അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കൊണ ദ പോഡ്കാസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ വട്ടം ഒരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ അനിൽ ബ്രോ. അനിൽ അതെ, അനിൽ KS. എന്താ ചിരിക്കല്ലടാ, അനിൽ KS എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. സായി പോപ്പി അല്ല, അണ്ണാണി എന്ന് പറയണം. അണ്ണാണി അല്ലേ? വിഷയം അതെങ്ങനെ വന്നടാ പേര്? നീ അണ്ണൻ നിട്ടില്ല, അപ്പൊ നാൻ അണ്ണാണി കിട്ടി, മനസ്സിലായ? അപ്പൊ നിനക്ക് വേറെ, എനിക്ക് വേറെ. ഓ, രണ്ടുപേരും. ഇവനെ എനിക്ക് മണ്ണുണ്ടിയാ. അതെ, ഇവൻ കണ്ണാപ്പി. ഒരു ഇതുണ്ട്, അണ്ണാണി അണ്ണൻ. അല്ലല്ല, അണ്ണൻ അണ്ണാണി കണ്ണാപ്പി. അല്ല, അണ്ണൻ അണ്ണായുണ്ട് എല്ലാത്തിനും, മനസ്സിലായ? അങ്ങനെ കണ്ണാപ്പി അല്ലത്, അണ്ണൻ അണ്ണാണി കണ്ണൻ. കണ്ണൻ, അണ്ണൻ കണ്ണൻ അണ്ണാണി, അങ്ങനല്ലേ? ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഗൈസ്, 2025 ആദ്യത്തെ എപ്പിസോഡാണ്. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ്. നമുക്ക് ഗസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഇനി വെളിയിലൊരു സെറ്റപ്പ് നമ്മൾ ചെയ്യാനുള്ള പ്ലാനിലാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ഈ സ്ഥലപരിമിതി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനി ഒരു വെളിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. വെളിയിൽ എന്ന് വെച്ചാൽ നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ തന്നെ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അധികം കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല. അപ്പോൾ നമ്മൾ ഗസ്റ്റിൻ്റെ കൊടുക്കാം. എന്തുകൊണ്ട് ആദ്യമേ എന്നെ വിളിച്ചു? ഫസ്റ്റ് ഗസ്റ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരല്ല തുടങ്ങിയത്, അപ്പൊ ഫസ്റ്റ് എന്നെയാണ് വിളിക്കണത്. എന്തുകൊണ്ട് ഫസ്റ്റ് വിളിച്ചു എന്നെ? അത് ശരിക്കും പറഞ്ഞ ഒരു വലിയ സ്റ്റോറിയാണ്. നമ്മൾ കുറെ പേർക്ക് ഇങ്ങനെ മെസ്സേജ്, കുറെ പേര് പറഞ്ഞാൽ ഇവന്റെ തല കണ്ടപ്പോഴേ വരത്തില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. മാറ്റണം, ഞാൻ ഇരിക്കാം. ആദ്യമേ തന്നെ അണ്ണനും അണ്ണാണി മതി, കണ്ണൻ വേണ്ട. അതാ, ഇവനെ വിളിച്ചപ്പോ ഇവന്റെ തലവട്ടം കണ്ടോണ്ട് കുറച്ച് പേര് വരുന്നില്ലെന്ന്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഓരോരുത്തരടുത്ത് നമ്മളിങ്ങനെ ചോദിച്ചു വരാൻ വേണ്ടിട്ട് എത്ര പേയ്മെന്റ് തരണം, അങ്ങനെ. അപ്പൊ ഓരോരുത്തരടുത്ത് പറഞ്ഞു. അപ്പം എല്ലാരും ഇങ്ങനെ ഓരോ പേയ്മെന്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തില് ഇവൻ മാത്രമാണ് എന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകണം, തിരിച്ചു കൊണ്ടുവിടണം, ഫുഡ്. ഇത് രണ്ടുമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ റിക്വയർമെന്റ്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടാക്കുന്ന മന്തി. ഇതിനപ്പുറത്തെ ഒരു സന്തോഷം വേറെ ഇല്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ നിന്നെ ആദ്യം ചൂസ് ചെയ്തത്, മനസ്സിലായോ? അപ്പൊ നീ ശരിക്കും പറഞ്ഞല്ലോ, ഇത് നീ മറ്റേ ഇന്റർവ്യൂ ഒക്കെ കാണൂലേ, അതൊന്നും പോലൊന്നും കാണരുത്. നമ്മളിരുന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. സന്തോഷം ആ ഒരു സന്തോഷം അങ്ങനെ ഇരുന്നാൽ മതി. നിനക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, ലൈക്ക് അങ്ങനെ ഇരുന്നാൽ മതി. മറ്റേ നമുക്ക് ഫോർമൽ ഇന്റർവ്യൂ അതൊന്നും ഫോർമൽ ഇപ്പൊ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ത് ഞാൻ എന്ത് വിചാരിക്കും, അങ്ങനെ ഒതനായിട്ടാ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ രീതിയിൽ ഒതനല്ലേ ഇവൻ? അതെ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒതനാണിത്. ഞങ്ങളുടെ കൂട്ടത്തിലെ നമ്മുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓതനാരാന്നുള്ളത്. അപ്പൊ സാഹിബേ പറ, എങ്ങനെയുണ്ട് ലൈഫൊക്കെ? 2025 കാലത്ത് ഇപ്പം എന്താണ് ഒരു റെസൊല്യൂഷനും കാര്യങ്ങളും? അല്ല, റെസൊല്യൂഷൻ അല്ല, ലൈഫും കാര്യങ്ങളൊക്കെ. ലൈഫും കാലത്ത് അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. സ്ട്രീമിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ 2025 നല്ലതായിരുന്നു. ഞാൻ പുറത്തൊന്നും പോയി വലിയ ആഘോഷം പരിപാടി ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെന്താ നിങ്ങളുടെ പരിപാടി എന്താണ്? നമ്മുടെ അങ്ങനെ പരിപാടി ഒന്നുമില്ല. നിനക്ക് പറയാം, കല്യാണം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നല്ലാതെ വേറെ അങ്ങനെ പക്ഷെ 2024 അത്രയ്ക്ക് നല്ല വർഷം അല്ലായിരുന്നു എനിക്ക്. കഴിഞ്ഞ വർഷം എനിക്ക് അത്രയ്ക്ക് നല്ല വർഷമല്ലായിരുന്നു. എനിക്ക് നല്ല വർഷമായിരുന്നു. എനിക്ക് നല്ല വർഷമല്ലായിരുന്നു. കരിയർ ചേഞ്ച് കാരണം നീ ഉണ്ടല്ലോ, GT നിർത്തി കുറെ നാള് BGMലോട്ട് വന്നില്ല. അപ്പൊ എന്റെ കരിയർ ചേഞ്ച്, നമ്മള് ഗോഡല് കേറി വലിയ നമ്മള് മറ്റേ ഐഡലായിട്ട് കണ്ടിരുന്ന ആൾക്കാരുടെ ഒക്കെ ഓടല് വലിയ ഓർക്കല്ലായിരുന്നു. അതിൽ കേറി നമ്മള് പിന്നെ ഇറങ്ങി. പിന്നെ കുറെ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്റെ ഏറ്റവും കൂടി എത്ര 150 ഇത്രയും 150 എനിക്കിപ്പോ 600 ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. അത്രയും കൂടി 2024 എല്ലാം സെറ്റായി വന്ന 2024 നല്ല വർഷം. നമുക്കാണ് എല്ലാ വർഷവും. എനിക്കും W ആയിരുന്നു. നിനക്ക് എന്ത് കാര്യത്തിലാണ് നിനക്ക് ഒരു നേട്ടമില്ല, ഒരു നഷ്ടമില്ല. അതാണ് W അല്ലേ? ഒരു നേട്ടമില്ലാത്ത ഇവരങ്ങനല്ലേ, ഇവര് നേട്ടമുണ്ട്, അതുകൊണ്ടാണ് W എന്ന് പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ എന്താ പറയാ, നിനക്കിപ്പോ നമ്മൾ സ്ട്രീമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ സ്ട്രീമൊക്കെ ചെയ്ത ഒരു ഫെയിമൊക്കെ ആയില്ലേ? ഫെയിമൊക്കെ ആയി കഴിഞ്ഞപ്പോ ലൈഫിൽ വന്ന ചേഞ്ച് ഒക്കെ എന്തൊക്കെയാ? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെളിയിലോട്ട് ഇറങ്ങുമ്പം അപ്പൊ തന്നെ നല്ല അണ്ണാണി എന്നൊക്കെ വന്ന് വിളിക്കും.
പിള്ളേരൊക്കെ വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകും, നമ്മളെ GPay കാണത്തുള്ളൂ. ഇപ്പം ഒരു കടയിൽ ചെന്ന് GPay ഇല്ല, ചിലപ്പോൾ അവരൊരു പിള്ളേർ പോകുമ്പോൾ നമ്മളെ കൈ കാണിക്കും. അപ്പൊ അമ്മമാരെ നല്ല നമുക്കൊരു 10 രൂപ, ഒരു 5 രൂപയുടെ കാര്യം ഉള്ളായിരിക്കും, ഒരു 10 രൂപയുടെ ചെറിയ കാര്യമുള്ളൂ. അറിയാവുന്ന ഇപ്പൊ പെട്രോൾ തീർന്ന് പോയി കടന്ന് ഞാൻ ഒരു ദിവസം ഇന്നോണക്ക് നമ്മളെ ഇടവഴിയിലോട്ട് നമ്മുടെ അങ്ങോട്ടുണ്ട് കുറിച്ചി എന്ന് പറയും, അങ്ങോട്ട് കയറി പോയപ്പോൾ ഇന്നോണക്ക് പെട്രോൾ ഞാനും അക്കും കൂടെ പോയത്. കുഞ്ഞായി പറയലുണ്ട്. കുഞ്ഞായിനെ പിടിക്കുന്നു, അക്കു വണ്ടി ഓടിക്കുന്നു, ബൈക്കിലാണ് ഒരു KB100 ഉണ്ട്, ശരത്തൻ എന്ന് പറഞ്ഞ ഒരു അണ്ണൻ തന്നേക്കുന്ന വണ്ടിയാണ്. ഞാൻ അതിൽ പോയപ്പം ഇന്നോണക്ക് പകുതി വെച്ച് പെട്രോൾ തീർന്നു പോയി. എന്നിട്ട് പിള്ളേർ അതിൽ പോയപ്പം ഓണക്കായി കാണിച്ചു. പിന്നെ അവന്മാരെ വിളിച്ചിങ്, എന്നിട്ട് അവന്മാര് 100 രൂപയ്ക്ക് പെട്രോൾ മേടിച്ചെന്ന്. അങ്ങനെ ഒരു ഭാരമുണ്ട്. ഇല്ല പിന്നെ നമ്മള് ഇപ്പൊ ഇതുള്ളതുകൊണ്ട് ഇല്ല പിന്നെ നമ്മൾ ഒരാളോട് ഇങ്ങനെ കൈ കാണിച്ച് നിർത്തി ചോദിക്കണം, പെട്രോൾ മേടിച്ച് തരാമെന്നൊക്കെ ചോദിക്കണം. അതൊക്കെ ഭയങ്കര ഇത്. പക്ഷെ നമുക്ക് നേരെ നമ്മുടെ പിള്ളേരായതുകൊണ്ട് ഇപ്പൊ അണ്ണാന്നൊക്കെ ആയിരിക്കും വന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ എടാ ഒരു 100 രൂപയ്ക്ക് മേടിച്ച് തരാന്ന് ചോദിച്ചാൽ അവന്മാർ കൊണ്ടുപോയി നേരെ കുപ്പികൾക്ക് എടുത്തു വന്ന് മേടിച്ച് തരും. പൈസ ജീപ്പിലിട്ട് കൊടുക്കും, നമ്മൾ മുക്കത്തൊന്നും ഇല്ല ഇതിനെ പോലെ, അത് വേറെ കാര്യം. നമ്മള് ജീപ്പിലിട്ട് കൊടുക്കും. സഹായിക്കാൻ വേണ്ട. 2 പയ്യന്മാർ ഇതുപോലെ വണ്ടി തള്ളുന്നുണ്ട് രാത്രി പാതിരാത്രി 12 മണിക്ക്. അപ്പൊ ഞാനും ബോബോയും കൂടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് വിഷമം തോന്നി. പറഞ്ഞു ബോബോയെ നമുക്ക് അവർക്ക് ചോദിക്കാൻ സർപ്രൈസ് ആയിട്ട് പെട്രോൾ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവന്മാർ പമ്പിന്റെ അടുത്തോട്ട് പോവാ, ജിയോ പമ്പ് പൂട്ടിയിട്ടേക്കും. അപ്പൊ നമ്മൾ അടുത്ത പമ്പിൽ പോയിട്ട് കുപ്പിയിൽ പെട്രോൾ ഇല്ല, നമ്മുടെ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇല്ലാത്ത പൈസ ഒരു 50 രൂപയ്ക്ക് പെട്രോൾ മേടിച്ച് അമ്മമാരെ കൊണ്ട് കൊടുത്തു പറയാം. ഇപ്പൊ പെട്രോൾ ഫുൾ ടാങ്ക് ഉണ്ട്, പക്ഷെ കാറ്റില്ലെന്ന് വണ്ടിക്ക്. ചോദിച്ചില്ല. ബോബോയ് പറഞ്ഞു വേണ്ട, അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കുമ്പോ സന്തോഷം എന്ന് പറഞ്ഞു. ബോബോയ് ന്യൂ ഇയറിനല്ല, കുറച്ച് മുമ്പേ, ഒരു 1.5 മാസം മുമ്പേ. ഒരാൾ വണ്ടി തെള്ളുക പറഞ്ഞാൽ അതിനർത്ഥം പെട്രോൾ തീർന്നു. നമ്മൾ വിളിച്ച് പെട്രോൾ തീർന്നതാണ്. അവന്മാര് പമ്പിലോട്ടൂടെ കയറ്റുന്നത്. അവന്മാര് നോക്കിയപ്പോ കാറ്റടിക്കാനായിട്ട് കിട്ടുന്നത്. നമ്മളെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവന്മാര് ഡയറക്റ്റ് ഇതാണ്. എന്തൊക്കെ തരം ആൾക്കാരല്ലേ. എന്നിട്ട് ആ പെട്രോൾ താറിൽ വെച്ചു 50 രൂപയ്ക്ക്. അപ്പൊ നിങ്ങൾ അല്ല താറിൽ വെച്ച് പിന്നെ അവന്മാർക്ക് ഏത് അവന്റെ വണ്ടി ഞാനോർത്ത് തറയെന്നായിരിക്കും. പെട്രോൾ സംഭവിക്കില്ല. ഇത് ഇടയ്ക്ക് അവന്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് തള്ളൊക്കെ വരും. പോഡ്കാസ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് അതാണ്. ഞാൻ കള്ളം പറയില്ല. 2025 എന്റെ റെസൊല്യൂഷൻ. കള്ളം പറയൂല. ഞാനും പിന്നെ തെറിയൊക്കെ നിർത്തിയല്ല ലൈവില്. 2025 എല്ലാം നിർത്തി. അപ്പൊ ഇനി ലൈവില് എന്തെങ്കിലും പറഞ്ഞ ഇല്ല. നമ്മള് സാമാന്യ നല്ല ഭാഷയിൽ നമ്മള് അവനെ ഓൾറെഡി അവനോട് പറഞ്ഞു തെറി വിളിക്കുവാണെങ്കിൽ തെറി വിളിക്കുന്നവരൊന്നും കൂടെ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ആൾക്കാരൊക്കെ TV-ലൊക്കെ കാണും. ചില ആൾക്കാർ നേരത്തെ നമ്മള് നേരത്തെ ആൾക്കാർ ഹോം തിയേറ്ററിലൊക്കെ കാണുന്നത്. നേരത്തെ ആൾക്കാരുണ്ടല്ലോ സ്റ്റോറി ഇടുമ്പോ അല്ലാണ്ട് ഇടുമായിരുന്നു, മൊബൈലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ TV-ലൊക്കെയാണ്. ആണല്ലേ? 2025 തെറിവിളിയൊക്കെ മാറ്റി സെറ്റാക്കാൻ നല്ല ആളായി. നല്ല തീരുമാനം. നല്ലത് സാഹിബ്. പക്ഷെ എത്ര ദിവസത്തേക്കാണെന്ന് കണ്ടറിയണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്ന ഒരു മാസത്തിൽ എല്ലാരും അങ്ങനെ ദൈവവാദലൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ജിമ്മി എനിക്ക് പോകണം, എന്റെ സെറ്റ് ആക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ജിമ്മിനെ പറ്റി സംസാരിക്കുന്നില്ല. കാരണം 3 വർഷം സംസാരിച്ചു. ഈ വട്ടം സംസാരിച്ച് തള്ളക്കിളിയാണ്. വീട്ടിൽ നിന്ന് ആദ്യം കിട്ടും, പിന്നെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ വീട്ടിൽ നിന്ന് കിട്ടും. അതെ. ഇനി ഇവിടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചോണ്ട് വന്നാ മറ്റേ വെള്ളത്തിൽ കളി കളയുമെന്നാണ് വീട്ടിൽ പറഞ്ഞത്. കാരണം 3 വട്ടം മേടിച്ചോണ്ട് വന്ന് ഞാൻ ഫിറ്റാണ്. വയറൊന്ന് കാണിച്ചു. പക്ഷെ എന്റെ ബോഡി ഞാൻ ഹെൽത്ത് വൈസ് എന്റെ ബോഡി ഫിറ്റ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും അങ്ങനെ കുടിക്കാറില്ല. ഇല്ല. നിന്റെ കാലിന്റെ താഴെ ഇരിക്കുന്ന ആ 2 ലിറ്ററിന്റെ അതെടുത്ത് കാണിച്ചു കൊടുത്താ പകുതിയായത് ഇവൻ തന്നെ കുടിച്ചതാണ്. ഞങ്ങള് കുടിക്കത്തില്ല. ഈ വർഷത്തെ ഇന്നത്തെ ദിവസം തൊട്ട് ഇന്നത്തെ ഈ ഒരു നിമിഷം തൊട്ട് കണ്ണാപ്പി നീ ശരിക്കും ഒരു മൂഞ്ചന. കള്ളം പറയില്ല. എന്റെ ലൈവ് പറയുന്ന പോലാണെങ്കിൽ അച്ഛനില്ലാത്ത വിളിക്കത്തില്ല. അതാണ് ഇവന്റെ സ്വഭാവം. സത്യം പറയാലോ. ഇവ വള്ളിയാണ്. അങ്ങനെ പറയരുതടാ. ഇവന്റെ അച്ഛനുണ്ടല്ലോ സായിപ്പേ, ഇവന്റെ അച്ഛനെ നീ ശരിക്കും പരിചയപ്പെടണോടോ. നമുക്ക് സംശയം വരും ഇങ്ങനൊരു ഒരുത്തൻ എങ്ങനെയാണ് പുള്ളിക്ക് ജനിച്ചതെന്ന് കേട്ടോ. ഈ ജാതി കിടിലം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ കാര്യമാണേ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരു സമയത്ത് ഇവൻ ലോക്കോടെ സ്ട്രീമൊക്കെ എങ്കൊക്കെ നിന്നപ്പം ഇവന്റെ ചെലവിന് വേണ്ടിയിട്ട് പുള്ളി ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുത്തു ഇവന്. നീ ക്രെഡിറ്റ് കാർഡ് കിട്ടൂല. അവൻ അച്ഛൻ പറയാ. എന്നിട്ട് പുള്ളി പറഞ്ഞെന്ന് നീ ആവശ്യത്തെ കാര്യങ്ങൾക്കൊക്കെ വേണം ഉപയോഗിച്ചോ, ഞാൻ തിരിച്ചടച്ചോളാം. ഇപ്പോഴും ബില്ല് ഇനി വന്നിട്ടുണ്ട്. അത്രയും കിടില അപ്പനാണ് ഇവന്. മനസ്സിലായോ? മീൻസ് ചിലപ്പം നല്ല അച്ഛന്മാർക്ക് ചീത്ത
ചീത്ത ഇതുണ്ടാവും. അതെ 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 അതാണിത്. അല്ല പക്ഷെ ഞാൻ അതാണ് സത്യം, അത് സത്യം. അതാണ് അതിന്റെ എക്സാമ്പിൾ ആണ്, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നീ. നല്ല നല്ല അച്ഛന്മാർക്ക് ചില കണ്ടിട്ടാ ഈ ഭയങ്കര കള്ളുകൂടിയായ അപ്പം ഭയങ്കര കള്ളുകൂടിയായിരിക്കും, പക്ഷെ മോൻ ഭയങ്കര ഡീസന്റാ. ഞങ്ങളെ അച്ഛനെ കള്ളു പിടിക്കത്തില്ല, ഞാനും ഡീസന്റ്, എന്റെ അച്ഛനും ഡീസന്റ്. എനിക്കറിയാം. അല്ല അച്ഛൻ സിഗരറ്റ് വലിയാട്ടാ, പുള്ളി സിഗരറ്റ് ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു. ഞാൻ കൊച്ചിലെ കാണും പുള്ളി ഭയങ്കര സിഗരറ്റ് വലിയ, ഈ ഒരു കുറച്ചാൾ മുന്നേ വരെ ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു. ഇപ്പം എന്നായിരുന്നു ഒരു ബ്ലോക്കൊക്കെ വന്നപ്പം അതൊക്കെ അങ്ങ് നിർത്തി. പക്ഷെ ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, അങ്ങനെ കുടിച്ചിട്ടില്ല. അല്ല കുടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് കുടിച്ചത് ഈകളുടെ എത്ര മാസമായടാ? നമ്മളിപ്പോ അതൊരു 5-6 മാസമായി. 6 മാസം. അതിന് മുന്നേ 5-6 വർഷം മുന്നേ ഉണ്ടായിരുന്നു തോന്നുന്നു. 6 മാസം എനിക്കൊരു കഷായം കലക്കി തന്നത്. 6 മാസം മുമ്പ് അന്ന് ഇവിടെ വന്നപ്പോ ഏഗർമൈസറിന്റെ ഒരു 3-4 പെഗ് ഹെർബൽ ഡ്രിങ്ക് ആണ്. ഹെർബൽ ഡ്രിങ്ക് ആണ്. അതങ്ങനെ ആൽക്കഹോൾ ഇല്ല. ഒരു കഷായം കലക്കി തന്നത് ഭയങ്കര ഇറക്കാൻ പോലും പറ്റത്തില്ല. അതൊക്കെ നമ്മളൊരു 6 മാസം മുമ്പ് ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ വന്നപ്പോ നമ്മള് സെറ്റ് ആക്കിയതാണ്. അവിടെ മറ്റേ ഇത് വെക്കണം കേട്ടോ, മറ്റേ സൈഡിൽ ആൽക്കോൾ അത് എഴുതി കാണിക്കണം. എഡിറ്റർ എഴുതി കാണിക്കണം. ആൽക്കഹോൾ കൺസംപ്ഷൻ. ഞാൻ അങ്ങനെ കുടിക്കത്തില്ല, വലിക്കത്തില്ല അങ്ങനെ. അത് കൊച്ചിലെ പുള്ളി വലിക്കുന്ന കണ്ടിട്ടാണ്. ചില ഇത് ഉണ്ടല്ലോ ചിലർക്ക് ഈ കൊച്ചിലെ കാണുമ്പോൾ ട്രോമ വരും. അങ്ങനെ ഒന്നും വന്നൊന്നുമല്ല. എനിക്ക് അങ്ങനെ പൈസ ഒന്നും ചെലവാക്കും, മനസ്സിലായി. ഇത് ഭയങ്കര ചെലവാ, കള്ളുകൂടിയും സിഗരറ്റ് വലിയ ചെലവാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇതിലോട്ടൊന്നും പോകാത്തത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അഡിക്റ്റ് ആയി പോകും. ഇപ്പൊ ഗെയിമിൽ ഞാനിപ്പോ BGMI ഗെയിമിൽ അഡിക്റ്റ് ആയി പോയെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ കുറെ നേരം നിനക്കറിയാലോ, നീയും ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ നമ്മളൊരു സാധനത്ത് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര അഡിക്റ്റ് ആയി പോകും. കള്ള കുടിച്ച് കണ്ട കുണ്ണയുടെ ഒക്കെ തല്ലും കൊണ്ടാക്കി അതുപോലെ ആയി പോകും ചിലപ്പോ. ഞാനൊക്കെ മനസ്സിലായോ? നീയൊക്കെ ഞാൻ അതുപോലെ ആയി പോകും ചിലപ്പോ. ചിലവരുണ്ട് ചില്ലായിട്ട് കള്ളുടിക്കുന്നത്, ചിലവന്മാരുണ്ട് കള്ളുടിച്ച് കള്ളുടിച്ച് കഴിഞ്ഞാൽ മാലയൊക്കെ പൊട്ടിച്ച് കള്ളുടിക്കുന്ന അവസ്ഥയൊക്കെ നടന്ന് കള്ളുടിക്കുന്നുണ്ട് ചിലപ്പോ. ആ അവസ്ഥ ശരിയാ ശരിയാ ശരി. കുടിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയിലാണെങ്കിൽ പോലും ഞാൻ നോക്കുകയാണെങ്കിൽ എന്റെ ഫാമിലി കുറെ പേര് ഇതുപോലെ മദ്യപിച്ച് കുറെ അസുഖങ്ങൾ വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈവൻ പപ്പയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് കള്ളൊന്നും കുടിക്കൂല. അപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഞാൻ കുടിക്കും, പക്ഷെ ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും വരുന്ന സമയത്തൊക്കെ മന്ത്ലി 1 or 2 ഒക്കെയാണ്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാ ദിവസം വരും. അല്ലടാ, അങ്ങനെ ഞാനത് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. കാരണം ഈവൻ എനിക്കൊരു ബാർ സ്പേസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഡെയിലി ഒറ്റയ്ക്ക് പോയി കുടിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കുടിക്കാറുമില്ല. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയാണ്. ഒറ്റയ്ക്ക് നമ്മളൊരു കാര്യം നമ്മളൊരു ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് നമ്മൾ സിനിമ കാണാം. അങ്ങനല്ല, നമ്മളിപ്പോ ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടും അതൊക്കെ ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാബിച്വലായി പോകും. ഇതിങ്ങനെ സർക്കിളായി വന്നോണ്ടിരിക്കും. നമ്മള് കാര്യങ്ങൾ ഇങ്ങനെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോടാ, ഉറക്കമാണ് നമുക്ക്. എനിക്കൊന്നും ഉറക്കമാണ് പ്രശ്നം വരുന്നത്. ഒരു 3 മണി കഴിഞ്ഞാലേ കണ്ണിനൊരു ഇത് വരത്തുള്ളൂ. അത്ര നേരം കണ്ണ്, അതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു 3 മണി 4 മണി ആവണം എനിക്ക് ഉറക്കം ഒന്ന് വരാം. പണ്ടൊക്കെ പറഞ്ഞല്ലോ, നമ്മള് സ്കൂളിലൊക്കെ പോയിട്ട് ഓർമ്മയുണ്ടോ, 10 മണിയൊക്കെ ഒന്ന് കിടന്നാ 9 മണി ആകുമ്പോഴത്തേക്ക് ഒന്ന് വാച്ചിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 9 മണി എപ്പോ ആവും, ഒന്ന് കിടക്കണം എന്നുള്ള രീതിയിൽ. ഈ ഗെയിമിംഗ് ഫീൽഡിലോട്ട് വന്നപ്പം ഉറക്കത്തിന്റെ എല്ലാം ഭയങ്കര സീനായി പോയി. സത്യം. നിന്റെ ആ റീല് മറ്റേ നമ്മള് കണ്ടായിരുന്നു. എത്ര പേര് റീൽ ചെയ്തെന്ന് അറിയോ? നിന്റെ മറ്റേ ഓഡിയോ വെച്ചിട്ട് ഈ ഉറക്കം ഇല്ലടാ, ഇവനാണ് എന്നെ ഈ ഉറക്കം സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങണ 3 മണി കഴിയുമ്പോ ഉറങ്ങും, എണീക്കണ 12 മണി കഴിയുമ്പോ. രാവിലെ ഉള്ള പരിപാടികളൊക്കെ പോകും, പ്രശ്നങ്ങളാ മൊത്തം. രാവിലത്തെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതാണ് മെയിൻ പ്രശ്നം. വീട്ടിലെന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു കിടക്കാതാണ്. ഇപ്പൊ പക്ഷെ ഞാൻ നന്നായി കേട്ടാ. ഇപ്പൊ ഞാൻ 10:30 ആകുമ്പോ എണീക്കും. പിന്നെ കുഞ്ഞിനെ 10:30 എണീപ്പിക്കും. അപ്പം അവൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവള് കുഞ്ഞിന് കുറുക്കുണ്ടാക്കണം, അങ്ങനെ ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പൊ കുഞ്ഞിനെ ഞാൻ നോക്കണം. ഇല്ല അവൻ എവിടെയെങ്കിലും പോയി ഇടിച്ചു വീണ് കഴിഞ്ഞാൽ അവൾ എന്നെ അടിക്കും. അത് വേറെ സീനാണ്. സ്കൂളിൽ പോയി എടാ 1 വയസ്സ് 3 മാസമാകുന്നുള്ളൂ. എടാ അപ്പോഴേ സാഹിബേ, നിനക്കപ്പോ ഈ ഗെയിമിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പം നീ ആ ഒരു ലെവലിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ കുറെ വർഷമായിട്ട്. ഇപ്പൊ സ്ട്രീമർ ഒന്നും അല്ലായിരുന്നു, എന്നാലും ഫുൾ ടൈം ഗെയിം ഒക്കെ കുത്തിയിരുന്ന് കളിക്കും എന്നായിട്ടുള്ള രീതിയായിരുന്നു. ഇപ്പം അപ്പൊ ഈ സ്ട്രീമിങ്ങിലൊക്കെ വന്ന് എല്ലാം ഒന്ന് സെറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ആ സായി പോപ്പിയെ വിട്ടേരെ ലൈക്ക് ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ, അത് ഒരു ഫാമിലി, ഒരു അച്ഛൻ, ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിലായിട്ടൊക്കെ ആയപ്പം നിനക്ക് എന്താ ഒരു ഫീൽ, അല്ലെങ്കിൽ എന്താ ഒരു ചേഞ്ച് നിനക്ക് വന്നത്? ഒരു കുടുംബനാഥനായി. അതെ എടാ, നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ മാറിയാ താമസിക്കണേ. ഇപ്പൊ ഞാനും അവളും കുഞ്ഞും താമസിക്കണേ. നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലൊരു കാര്യം നോക്കണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ എന്നായിരുന്നു, ഇപ്പൊ പണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ആദ്യമത്തെ യൂട്യൂബൊക്കെ തുടങ്ങി കുറച്ചാളെ കഴിഞ്ഞപ്പോൾ 8,000 രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ 1 പൈസ പോലും കൊടുക്കണ്ട, 8,000 രൂപ കിട്ടുന്ന നമ്മൾ അവളായിട്ട് എവിടെയെങ്കിലും പോകുന്നു, കറങ്ങുന്നു, തീർക്കുന്നു. പക്ഷെ ഇപ്പം
ഭയങ്കര ചെലവ്, കുഞ്ഞിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പാടാ സേവ് ചെയ്യുന്ന കാര്യം. അതാണ് ഒരു സീൻ പറഞ്ഞത്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും സേവിങ് ചെയ്യാം. ഒരു നമുക്ക് പൈസേന്റെ പ്രശ്നങ്ങൾ വരത്തില്ല, വീട്ടിലെ റെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, എല്ലാം നോക്കിക്കോളും. റെന്റ് സ്വന്തം വീട് ഇപ്പൊ ഞാൻ മാറത്താണ്, നേരെ സ്വന്തം വീടായതുകൊണ്ട് റെന്റ് കൊടുക്കണ്ട, എല്ലാം ചെയ്യാൻ. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, ഇപ്പൊ എല്ലാം കൊണ്ട് പൈസ ചെലവാകുമ്പോൾ പണ്ടത്തെ കാലം നല്ലതെന്ന് വിചാരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ സ്വന്തം വീട് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, സ്വന്തം വീടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, എന്നാലും ചെലവൊക്കെ ഭയങ്കരമാണ്. എന്നാലും നിനക്ക് ഈകള് പിന്നെ ഓൾറെഡി ഇതിലാണ്, വരുന്നതേ ഉള്ളു. അതല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിനക്കിപ്പം ലൈക്ക് ഈ പൈസയുടെ കാര്യം അല്ലാതെ ലൈക്ക് അല്ലാതെ ജീവിതത്തിൽ വന്ന സ്വഭാവത്തിലൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നോ? സ്വഭാവത്തിൽ പിന്നെ നേരത്തെ എന്ന് പറയുമ്പം എന്നാടാ ഓരോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് പോകണ്ടായിരുന്നു, പക്ഷെ പോയില്ല, പറ്റത്തില്ല. എന്ത് കാര്യങ്ങള്? അവിടെ വെളിയിൽ കുഞ്ഞായിട്ട് വെളിയിൽ പോണം, ആശുപത്രി പോണം, രാവിലെ എണീക്കണം, അങ്ങനെ കുറെ സീനൊക്കെ ആയി. നേരത്തെ കുടുംബാനൊക്കെ റേഷൻ കടയിലൊക്കെ പോയിട്ടുണ്ടോ? റേഷൻ കടയിൽ പോയിട്ടില്ല. റേഷൻ കട വീട്ടിൽ വെച്ച് ഇടയ്ക്ക് പണ്ടൊക്കെ പോകുമായിരുന്നല്ലോ, സൈക്കിളിൽ പോകുമായിരുന്നു. പണ്ടൊക്കെ സൈക്കിളിലൊക്കെ റേഷൻ കടയിൽ. അപ്പൊ റേഷൻ മേടിച്ചിട്ടേ ഇല്ല? റേഷൻ കാർഡൊക്കെ വേണമെങ്കിൽ ഇനി കൊടുക്കുകയൊക്കെ ചെയ്യണം, അപ്ലൈ ഒക്കെ ചെയ്യണം. അല്ല അങ്ങനല്ല, റേഷൻ കാർഡ് ജനിക്കുമ്പോഴേ കിട്ടും. അല്ലടാ, അത് നമ്മുടെ എങ്ങനെ ആശുപത്രിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യോ? ജനിക്കുമ്പോഴല്ല റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കിട്ടുമല്ലോ എല്ലാവർക്കും. എടാ അത് ഒരു വീട്ടിലുള്ള ഒരാൾക്കല്ല ഇതിലല്ലേ കിട്ടുന്നേ. ആ ഒരാളുടെ ആ റേഷൻ കാർഡിന്റെ ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ച് തരുന്നില്ലേ? അങ്ങനെ എന്തോ അല്ലേ? എനിക്കറിഞ്ഞൂടാ അതിനെ പറ്റി. അങ്ങനെയാണ് അണ്ണാ നമ്മളൊരു ഞാൻ പറ്റേ ആ റേഷൻ കാർഡ് ആ ഫോട്ടോ പേര് ഏണ്ട വരുന്നതല്ല നീ പറഞ്ഞേ. അപ്പം ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ എന്റെ പേരുള്ളതുകൊണ്ട് എനിക്ക് കിട്ടും, മനസ്സിലായി? അങ്ങനെ എന്തോ സ്കീമാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിച്ച് വെറുതെ ഊക്ക് വാങ്ങിക്കല്ലേ കണ്ണാപ്പി. ഞാനത് ആദ്യമേ പറഞ്ഞു, നിന്റെ ലീപ് ഇയർ ഉണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ, നീ എന്ത് പറഞ്ഞ എല്ലാ മാസവും ലീപ് ഇയർ ഉണ്ടെന്നല്ലേ? എടാ അത് 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് വരണത്. 4 വർഷം കൂടി ഇരിക്കുമ്പോഴാ. എടാ നീ ഒരു കള്ളനാ ഗൈസ്. ഇവൻ ആ പോഡ്കാസ്റ്റിൽ എന്തോ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ കേട്ട് നോക്കണേ. ഒന്ന് കഴിഞ്ഞ പോഡ്കാസ്റ്റ് വെക്കണം. ഇവ ഒരു കള്ളനാണ്. ഇവന്റെ അച്ഛൻ കള്ളനെ പറയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ പുള്ളി നല്ലൊരു മനുഷ്യനാണ്. കള്ളനായിരിക്കും, അതായിരിക്കും കിട്ടിയത്. ഇവൻ പക്ഷെ കള്ളനാണ്, പറയാതിരിക്കാൻ ഇവൻ കള്ളൻ എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളനാണ്. ഇവ ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കും പോഡ്കാസ്റ്റിൽ. റേഷൻ കട അത് അങ്ങനെയാണോ? നമുക്കൊരു റേഷൻ കാർഡ് തരും, അതിൽ നമ്മുടെ പേര് ആഡ് ചെയ്യുകയാണ്. വിട്, നമുക്കറിയാത്ത കാര്യം സംസാരിക്കണ്ട. സാഹിബിന് റേഷൻ കടയിൽ നിന്ന് വിടണം. എന്തൊക്കെ റേഷൻ കട പോകണം, റേഷൻ കടയൊക്കെ നമ്മൾ പോകും. അപ്പൊ സാഹിബേ, എടാ എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ദിലീൻ ദിനേശ് എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ നിന്ന് ഈ ഈഗിൾ ഗെയിമിങ്ങിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ നിനക്ക് തന്നെ അറിയാലോ, നമ്മൾ 5-6 വർഷം എന്തോ ആയി കളിക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലായോ? അപ്പൊ നിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഈ അനിൽ എന്ന് പറയുന്ന അതൊന്ന് സായി പോപ്പി എന്ന് പറയുന്ന ആ ഒരു ജേണി, ഈ നെയിം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? സായി അത് തന്നെ പണ്ട് കൊച്ചിലെ കുഞ്ഞല്ലടാ, അപ്പം നല്ല വെളുപ്പുണ്ടായിരുന്നു. ഇപ്പഴും നല്ല വെളുപ്പാണ്. അപ്പൊ അങ്ങനെ എന്നായിരുന്നു, അവിടുത്തെ ഒരു ചേട്ടനൊക്കെ വിളിച്ച് ഇങ്ങനെ സായിപ്പെന്ന് വിളിച്ച് അങ്ങനെ ആയിരുന്നു. അപ്പം ഇത് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നായിരുന്നു ഞാൻ ഏവിയേഷൻ കോഴ്സിന് ഞാൻ പോകുന്നതായിരുന്നു പഠിക്കാൻ വേണ്ടി. എന്നിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റത്തില്ല, മനസ്സിലായി, ഞാൻ അതിന്റെ ഒരു അത് പോട്ടെ അല്ലാതെ പറയാം. അപ്പം എനിക്കത് പറ്റുന്നില്ല, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തായിരുന്നടാ. പക്ഷെ ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും മേടിച്ചില്ല. എനിക്കൊന്ന് 2-3 ലക്ഷം രൂപ അച്ഛൻ്റെ ഞാൻ കളഞ്ഞു, അങ്ങനെ അടിച്ചു കളഞ്ഞു. എന്നിട്ട് ഇത് നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നായിരുന്നു, അച്ഛൻ ചേട്ടനൊരു വണ്ടി മേടിച്ചു, ഒരു ഓട്ടം മേടിച്ചു. അങ്ങനെ ഞാൻ എന്നായിരുന്നു, അപ്പൊ ചേട്ടൻ ഇത് ഉണ്ട് പോകത്തില്ല. ഞാനത് അപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് കാറിന്റെ 18 വയസ്സ് കഴിച്ചു, 19 വയസ്സിലാണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട്, കാറിന്റെ ഉണ്ട്, ബൈക്കിന്റെ ഉണ്ട്. ഞാനപ്പോ ഓട്ടോ എന്ന് പറഞ്ഞാൽ ജീറ്റോ ആടാ, 4 വെള്ളിമുങ്ങല വെള്ളം. അപ്പോൾ ഇതെടുത്തുകൊണ്ട് ഞാൻ ബാറിന്റെ ഒക്കെ വാതിക്കെ പോകുമായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ടിട്ട് ഓട്ടോ ചേട്ടന്മാരൊക്കെ ആയിട്ട് ചെറിയ കമ്പനിയൊക്കെ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് വണ്ടിയിട്ട്, എന്നിട്ട് പിന്നെ രാത്രിയിൽ ബാറിന്റെ നമ്മളിവിടെ പാലാത്ര ബാറുണ്ട്, അവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ട് അങ്ങനെ ഓട്ടോയൊക്കെ ഓടാൻ പോയിരുന്നു. അങ്ങനെ പൈസ കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ പൈസ കിട്ടി എന്നായിരുന്നു കിട്ടി. അങ്ങനെ അച്ഛനും കൂടെ കുറച്ച് പൈസ ആയിരുന്നു, ഒരു മോട്ടോയുടെ ഡിവൈസ് മേടിച്ചു. അങ്ങനെയാണ് BGMI ആയിട്ട് കയറ്റുന്നത്. BGMI കയറ്റി. അപ്പം ഓട്ടോ ഒക്കെ പോകുമ്പം ഇങ്ങനെ ബാറിന്റെ വാതിക്കെ വന്ന് കിടക്കും, ഇല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിലേക്ക് കിടക്കും. എല്ലാ സമയത്ത് ചുമ്മാ ഇങ്ങനെ കളിക്കും, BGMI ഒക്കെ ചുമ്മാ ഇങ്ങനെ കളിക്കും കേട്ടാ. ഓട്ടം പോകുമ്പോൾ ഇതുപോലെ അന്ന് ട്രിഗറൊക്കെ ഉണ്ട്, ട്രിഗറൊക്കെ ആയിട്ട് വണ്ടിയിൽ ട്രിഗറൊക്കെ ഇട്ട് ഓട്ടം പോകുമ്പോൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. വെയിറ്റിംഗ് എത്രയുള്ളവരെടുക്കും, ഇഷ്ടമുള്ള സമയം എടുക്കും. നമ്മൾ പൈസ ഒന്നും മേടിക്കത്തൊന്നുമില്ല, വെയിറ്റിംഗ്
നമുക്ക് ആ സമയത്ത് ഗെയിം കളിക്കാൻ അങ്ങനെ ആയിരുന്നു. മറ്റേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആ സൈഡിൽ ഞാൻ പോയി കിടന്നിട്ട് പുറകെ പോയി കിടന്നിട്ട് ഇങ്ങനെ ഗെയിം കളിക്കും. ഞാൻ ഇപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടാണ്. എന്നിട്ട് അങ്ങനെ അഡിക്റ്റായി ഗെയിമിൽ ഭയങ്കര സീനായി. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. ഓട്ടം വെള്ളം നിർത്തി. അങ്ങനെ അച്ഛൻ ഓട്ടം പിന്നെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് അച്ഛൻ വർക്ക്ഷോപ്പിലോട്ട് ഓട്ടം കൊണ്ടുപോയി. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വഴിപ്പണി കിട്ടില്ല. അങ്ങനെ അതെ അതുകൊണ്ട് അച്ഛനോട് ഞാൻ പോകാൻ തുടങ്ങി. അച്ഛനോട് വർക്ക്ഷോപ്പിൽ പോകാൻ തുടങ്ങി. വർക്ക്ഷോപ്പിൽ പോകാൻ തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പം എന്നായിരുന്നു ഈ മോട്ടോ ഡിവൈസ് മാറിയിട്ട് അച്ഛനോട് ഞാൻ ഈസായിട്ട് കുറച്ച് കരച്ചിലൊക്കെ കരഞ്ഞു. അങ്ങനല്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു നമ്മള് മൊബൈല് വേണം ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരു കേറ്റൻറ്റി പോഡ്. അന്ന് വെച്ചാൽ അന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ആരുമില്ല ഡിവൈസ്. അന്ന് ഏതോ ഒരു കുണ്ണയുടെ വീഡിയോ പറഞ്ഞേ കേട്ടാ, ഏതോ ഓരോരുത്തരുടെ വീഡിയോ ഞാൻ കയറി കണ്ടു യൂട്യൂബിൽ കയറി വന്ന് K20 Pro പടക്ക സീനാന്നൊക്കെ പറഞ്ഞു. ഷവമി K20 അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഡിവൈസ് പോയി എനിക്കൊന്ന് 32,000 രൂപ ഉണ്ടായിരുന്നു, 256 GB അങ്ങനെ ഉണ്ടായിരുന്നു 36. അങ്ങനെ എന്നിട്ട് ഞാൻ അത് പോയി മേടിച്ചു. അപ്പൊ നമുക്ക് അറിയത്തില്ലടാ, നമ്മൾ അന്ന് ഏതായിരുന്നു ചെറിയ ഡിവൈസിൽ നിന്ന് എനിക്കൊന്ന് അന്ന് സ്മൂത്ത് കഴിഞ്ഞ ഏതോ ഒരു 2 എനിക്കൊന്ന് 35-30 FPS ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ 120 ഇട്ട് കളിക്കും, നമുക്ക് ആ സമയത്ത് പറഞ്ഞാൽ FPS എന്തോന്ന് അറിഞ്ഞൂടാ, അറിയത്തില്ല. നമ്മള് ഇതാണ് ഇത് വെച്ച് കളിക്കുന്നു, അടിക്കുന്നു, ഇതേ ഉള്ളൂ. അതെ അതെ അതെ, ചുമ്മാ അങ്ങ് കളിച്ചു പോവാ, നമുക്ക് അറിഞ്ഞൂടല്ലോ അതിനെ പറ്റി. എന്നിട്ട് K20 Pro എടുത്തു. K20 Pro എടുത്തപ്പോ 60 നല്ല ഇതായി. നമ്മള് യൂട്യൂബിലൊക്കെ നോക്കൂടാ എങ്ങനെ സ്മൂത്താണ്. എന്നിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ നല്ല ഇതായി. പുതിയ മൊബൈൽ എടുത്തപ്പോൾ ഭയങ്കര സീനായി. വർഷത്തിൽ പോയിട്ടാണ് ഞാൻ മൊബൈൽ എടുത്തത്, അച്ഛനോട് പറഞ്ഞിട്ട്. എന്നിട്ട് മൊബൈൽ എടുത്തു കഴിഞ്ഞ് കളി തുടങ്ങി കഴിഞ്ഞപ്പം പരിപാടി നിർത്തി. വർഷത്തിൽ പോക്കൽ നിർത്തി. ഗെയിം കളിക്കാൻ വീട്ടിൽ ഇരുന്ന് അഡിക്റ്റായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. എന്നിട്ട് ശരിക്കും അമ്മ സത്യം നടന്നതാണ്, അമ്മയാണ് സത്യം. എന്നായിരുന്നു വീട്ടിലന്ന് മൊബൈൽ നെറ്റ്വർക്ക് ആടാ. അന്നത്തെ മൊബൈൽ നെറ്റ്വർക്ക് വീട്ടിലൊന്നും അധികം കിട്ടത്തില്ല. വെളിയിൽ ഞങ്ങൾക്ക് കുറച്ച് പുറകോട്ട് കുറച്ച് പറമ്പുണ്ട്. ഈ പറമ്പിന്റെ അവിടെ വാഴയുടെ സൈഡുണ്ട്. വാഴ സൈഡിൽ കൊണ്ട് കസേര ഇട്ടിട്ട് വാഴയെ കാല് ചവിട്ടിട്ട് കളിക്കും ഞാൻ. അപ്പൊ പറമ്പിലോട്ട് പോകുമ്പോൾ കുറച്ച് നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നോർമലി ഇത് കിട്ടത്തില്ല. അപ്പൊ ഈ പറമ്പ് കണ്ട സൈഡും കൂടെ ഉണ്ട്, ചെറിയ കാറ്റാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നത് ഗെയിം കളിക്കുന്നത്. ഇടയ്ക്ക് അവിടെ പോയി കളിക്കും, ഇടയ്ക്ക് വീട്ടിൽ നിന്ന് കളിക്കും. പണ്ട് രാത്രി ആകുമ്പോൾ റേഞ്ച്, രാവിലെ ഒക്കെ അങ്ങനെ രാത്രി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രാവിലെ ഈ സമയത്ത് ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് മൊത്തത്തിൽ അഡിക്റ്റ് ആയിപ്പോയി ഗെയിം. അന്ന് എനിക്കൊന്ന് ഞാൻ 1000 അന്ന് ഷാനോക്കളി എന്നായിരുന്നു നമ്മളെ വിളിക്കുന്നത്, എന്നെയൊക്കെ വിളിക്കണേ ഷാനോക്കളി. അങ്ങനെ 1000 സംതിങ് മാസം കളിക്കുമായിരുന്നു കേട്ടാ. അങ്ങനെ കളിച്ച് ഒരുമാതിരി കളിയൊക്കെ ആയി കഴിഞ്ഞപ്പം കോമ്പറ്റീറ്റീവിൽ കയറി അങ്ങനെ മറ്റേ കേരള ലൈനപ്പൊക്കെ കേരള സൈബർ ആയി. അങ്ങനെ അവിടുന്ന് ഡിവൈസ് ഒക്കെ തന്ന് ഇങ്ങനെ ചിന്ത അന്ന് മറ്റേ MR സ്നൈപ്പർ. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു കേട്ടാ. അങ്ങനെ സ്നൈപ്പറിൻ്റെ കൂടെ കളിക്കും. അപ്പോൾ അവൻ ഇടയ്ക്ക് റെയ്ഡ് അന്ന് എത്ര ആവും ചെറിയ 1K സബ്സ്ക്രൈബർ എനിക്ക് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് 1K സബ്സ്ക്രൈബർ എനിക്ക് ആ ചാനലാകുന്ന അവൻ റെയ്ഡ് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് കേരളയിലെ ആ ഒരു ലൈനപ്പിൽ നിന്ന് മാറിയിട്ട് MRC വന്നിട്ട് നമ്മൾ ബൂട്ട് ക്യാമ്പിൽ കോമ്പറ്റീറ്റീവ് പക്ക. അവിടെ ഫുഡ് എല്ലാം സെറ്റായിരുന്നല്ലോ. അങ്ങനെ ഭയങ്കര കോമ്പറ്റീറ്റീവ് പ്രശ്നമായിരുന്നു അവിടെ കട. അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് ഡിവൈസ് എനിക്ക് എൻ്റെ കൊച്ചിയിൽ എൻ്റെ ഡിവൈസ് വന്ന് കാട്ടാ. അപ്പം കേരളയിലുള്ളപ്പം എന്ന ഡിവൈസ് നമ്മൾ തിരിച്ചു കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ ഗോകുവിന്റെ ഡിവൈസിലാണ് ഞാൻ കളിക്കണത്. ഗോകു എണീക്കുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എണീക്കും. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഗോകു ഉറങ്ങുമായിരിക്കും. ഗോകുവിന്റെ പാസ്വേഡൊക്കെ എനിക്ക് ഞാൻ അയച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ടൈമായിരുന്നല്ലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അന്നൊക്കെ എന്നെ സെറ്റ് ചെയ്യണ്ട. അന്നൊന്നും TDM എന്നെ ആരും നോപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാവുന്ന ഒരു ഇത് വെച്ച് TDM ഈ ഐഫോണൊക്കെ ഇട്ട് കളിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം അന്ന് എന്നായിരുന്നു ഗോകുവിന്റെ XR ആയിരുന്നു. അപ്പം അന്ന് എന്നെ അങ്ങനെ ആരും തോപ്പിക്കത്തൊന്നുമില്ല. അന്ന് ഭയങ്കര തലയ്ക്ക് പിടിച്ചിരിക്കുന്ന TDM ഇത് അന്ന് കണ്ട് എന്നിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, സീനായിരുന്നു. എന്നിട്ട് എനിക്ക് ഗോകുവിന്റെ ഡിവൈസ് കളിക്കുന്നുണ്ട്. ഒരു പരിധി ഉണ്ടല്ലോ, ഗോകുവിന് ആവശ്യം വരും കൊടുക്കണമല്ലോ. സ്ക്രിംസ് കളിക്കുമ്പോഴായാലും അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഗോകുവിന് മാറി ഡിവൈസ് ഒക്കെ കൊടുക്കണം. എന്നിട്ട്
എൻ്റെ ഡിവൈസിൻ്റെ കാര്യം എല്ലാം സെറ്റായി. ഡിവൈസ് കണ്ട് കൊച്ചി വന്ന് 2 ദിവസം കണ്ട് കഴിഞ്ഞാണെന്ന് തോന്നുന്നു വരുന്നെന്ന് തോന്നുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ബൂട്ട് ക്യാമ്പ്, എന്നാൽ 2 ദിവസം കഴിഞ്ഞാണ്ടാ വരുന്നത് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാനാണ്. ഒരു ദിവസം ഒന്നും പറയാണ്ട് BGMA അങ്ങ് സീനായി പോയി. അങ്ങനെ ആയപ്പം MRCയിൽ ഡിവൈസിന്റെ കാര്യം ഒന്ന് ഇത്തിരി ഇതായി, കൺഫ്യൂഷൻ വന്ന് ഡിവൈസ് ഇത്തിരി ഹോൾഡ് ചെയ്യാൻ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നു കേട്ടാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അപ്പൊ എനിക്ക് ഭ്രാന്താടാ സത്യം പറഞ്ഞാൽ. കളിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്താ. എന്റെ അന്ന് ഞാൻ പറഞ്ഞ മറ്റേ മോട്ടോർ ഡിവൈസ് ഇല്ലേ, മോട്ടോർ ഡിവൈസ് എന്നെ ഉണ്ടായിരുന്നു. ആ മോട്ടോർ ഡിവൈസിൽ എന്നായിരുന്നു ജൈറോ ഒന്നുമില്ല, അങ്ങനെ എന്തോ സ്ഥലമായിരുന്നു. അപ്പൊ അതില് നമ്മൾ ഈ നല്ല ഒരുമാതിരി 60 എപ്പിസോഡ് കളിച്ചിട്ട് നമുക്ക് തിരിച്ച് അതിലോട്ട് പോകുമ്പോൾ ഭ്രാന്തോ തലക്കാത്തൊക്കെ എനിക്ക് ഭ്രാന്തായിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഡിങ്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പം എനിക്കിതായി ഞാൻ വീട്ടിൽ നിന്ന് പാഷൻ പ്രോയിലാണ്, പാഷൻ പ്ലസ്, എനിക്കൊരു പണ്ട് നീല പാഷൻ പ്ലസ് ഉണ്ട്, പാഷൻ പ്ലസ്സിലാണ് ഞാൻ ഓടിച്ചു വന്നേക്കണേ ബൂട്ട് ക്യാമ്പിലോട്ട്. ഞാൻ വന്നിട്ട് ഭ്രാന്തായിട്ട് ഞാൻ ഡിവൈസ് എനിക്ക് കിട്ടത്തില്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി സീന. പക്ഷെ എല്ലാരും കളിക്കുന്നുണ്ടാ, ബാനായിട്ട് എല്ലാരും കളിക്കുന്നുണ്ട്. ബാനായിട്ട് ഇത്ര ദിവസം അതുകൊണ്ട് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ അടുത്തു അവിടുന്ന് വൈപ്പർ ബ്രോ ഇല്ലേ, കണ്ണൻ ബ്രോയുടെ 300 രൂപ ഞാൻ മേടിച്ചു. 300 രൂപ മേടിച്ചിട്ട് അവിടുന്ന് പാഷൻ ബ്രോ നമ്മുടെ 10-200 രൂപയ്ക്ക് പെട്രോൾ മതി തോന്നുന്നുണ്ട്. എന്നിട്ട് 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോകുന്ന വഴിക്ക് 100 രൂപയ്ക്ക് പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. രാത്രി ഞാൻ അവിടുന്ന് ഒരു 8 മണിക്കാണ് പാഷൻ പ്ലസിൽ ഞാൻ പോണത് വീട്ടിലോട്ട്. എന്നിട്ട് വീട്ടിൽ ചെന്ന് നൈസായിട്ട്, മൊബൈലില്ലല്ലോ, നൈസായിട്ട് എന്നും ഡെയിലി ഇങ്ങനെ പറഞ്ഞ് അമ്മയെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുപ്പിച്ച് എന്നായിരുന്നു കുടുംബശ്രീന്ന് 50,000 രൂപ മേടിച്ചിട്ടാണ് 49,000 അത്രയാണ്ട് 11 എടുത്ത്. പിന്നെ അവിടെ നിന്നാണ് കരിയർ ചേഞ്ചിങ് മൂവ്മെന്റ്. അല്ല, കരിയർ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും ഇപ്പോഴാണല്ലോ എല്ലാവരും ഡിവൈസ് ഒക്കെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ പറഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ അമ്മ ഞാൻ യൂട്യൂബിൽ കയറും, അങ്ങനെ ആ ഒരു രീതി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. വീട്ടിലവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അമ്മ മൊബൈൽ എടുത്ത് തരുവാണ്, ഞാൻ ചാനലിൽ കയറും, അങ്ങനെ കുറെ ഇപ്പൊ ചിലപ്പോ എന്നെ ഇതിനൊക്കെ പോലെ ഇവരൊക്കെ പൈസ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇവരെ പോലെ പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. അന്ന് ഞാൻ ഇതുപോലെ ആയിരുന്നു. അന്ന് നീയൊക്കെ ഉണ്ടായിരുന്നു, അന്ന് നിങ്ങൾ സ്ട്രീമിംഗ് ആയിരുന്നു, നിങ്ങളുടെ സ്ട്രീമിംഗ് നീയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ കാസ്റ്റർ ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു നമുക്ക് സ്ട്രീമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം, യൂട്യൂബിലൊക്കെ സെറ്റാണ്, ഞാൻ കളിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ അമ്മയെ കൊണ്ട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അവനെടുത്ത് കൊടുക്കടേ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അച്ഛനാണ് പറഞ്ഞത്. കോൺകർ അടിച്ചിട്ടില്ല, എടാ കോമ്പറ്റീറ്റീവ് ഇല്ലടാ ഞാൻ. കോമ്പറ്റീറ്റീവ് കളിക്കായിരുന്നു ആ സമയത്ത്. ഇവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രം ഇവന്റെ ശരിക്കും ഇവൻ ഈ സ്ട്രീമർ ആയിട്ടുള്ള ഫേസ് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ ഇവനെ. അതായത് ഞാൻ MRC കളിക്കുന്ന സമയത്താണ് ഇവൻ MRCയിൽ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ പിന്നെ MRCയിൽ സായിപ്പില്ലായിരുന്നു, MRCയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കോമ്പറ്റീറ്റീവ് കളിക്കുന്ന സമയത്ത് എപ്പോഴും ഇവനെ പല ലോബിയിലും കിട്ടും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവൻ കോമ്പറ്റീറ്റീവ് ഒന്ന് ഗ്യാപ്പ് എടുക്കുമെന്ന് പറഞ്ഞ് കുറെ നാൾ നമ്മുടെയൊക്കെ കൂടെ കളിക്കാൻ വന്നായിരുന്നു. ഓർമ്മയില്ല നീ? നമ്മളിവിടെ കുറെ നാൾ കളിക്കാനൊക്കെ സ്ട്രീമിലൊക്കെ വന്ന് സാധനമൊക്കെ ഇറങ്ങി കളിക്കാം. അപ്പം ഇവൻ്റെ അടുത്ത് ഞാൻ ഇപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് കോമ്പറ്റീറ്റീവ് ഭയങ്കര പ്രഷറാണ്, കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറേ പേർക്ക് അറിയില്ല. ഇപ്പം എല്ലാവരും പറയണത്, കുറേ പേര് ഇവൻ്റെ ചാറ്റിൽ തന്നെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നീ മറ്റേ ക്ലാസിക്ക് മാത്രമല്ല കളിക്കത്തുള്ളൂ എന്നുള്ള. ഇവ ശരിക്കും കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ OG കോമ്പറ്റീറ്റീവ് പ്ലെയർ ഇല്ല. അല്ല, അതുണ്ട്, അത്ര ഇല്ലെന്നല്ലടാ, അത്ര ഇല്ലെന്നല്ല ഞാൻ ഞാൻ പറയണത് അങ്ങനല്ലടാ. ഈ OG എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് വേണമെന്നില്ല, നമ്മൾ തുടക്കക്കാരെന്നുള്ള രീതിയിൽ മനസ്സിലായോ. ആ സമയത്ത് നീ എന്ന് പറഞ്ഞാൽ നീ ആണെങ്കിലും കുറെ പേരുണ്ട് അങ്ങനെ. ഇപ്പം ഗോഗു, റസിന് അവരൊക്കെ ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ലൈക്ക് MRC എന്ന് പറയുന്ന ക്ലാനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കിടിലം പ്ലേയേഴ്സ് ആയിരുന്ന സമയത്ത് അതിലൊരു പ്ലെയർ ആയിരുന്നു ഇവന്. പക്ഷെ അന്ന് ചാനലോ ഇവൻ അങ്ങനെ മറ്റേ ഇവൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഈ പറയണത് പോലെ ആരെങ്കിലൊക്കെ 1v4 ഒക്കെ അടിക്കുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ ചെറിയ ക്ലിപ്പൊക്കെ ഇടുമായിരുന്നു ആ സമയത്ത്. അല്ലാതെ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കറക്റ്റായിട്ട്. അതിപ്പോഴും കുറെ പിള്ളേർക്ക് അറിഞ്ഞൂടാ. ഇവരൊക്കെ ഇവനെ ഒരു സ്ട്രീമർ ആയി കഴിഞ്ഞതിന് ശേഷം ഫേസ് ക്യാം ഒക്കെ വെച്ച് സ്ട്രീം ചെയ്തതിന് ശേഷമാണ് അറിയുന്നത്. ഇവന്റെ ക്ലാസിക് റഷ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇവൻ ആ സമയത്ത് ഈ നമ്മുടെ ഇവിടുത്തെ മല്ലു T1 എന്നൊക്കെ പറയണ ഒരു ഇതിലൊക്കെ ഒരു പേരുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഇവൻ ആ ഒരു സമയത്ത്. അതിപ്പോ എല്ലാ ക്ലാൻസ് എടുത്ത് വെച്ച് നോക്കിയാൽ പോലും ആ ഒരു പേര് ഇവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവനൊരു സ്ട്രീമർ ആവുന്നത്. എന്നിട്ട് എന്നായിരുന്നു ഡിവൈസ് എടുത്തിട്ട് എന്നായിരുന്നു
കോമ്പറ്റീറ്റീവ് നിർത്തി, അങ്ങനായി. മൊബൈൽ എടുത്തു കഴിഞ്ഞപ്പോൾ കോമ്പറ്റീറ്റീവ് നിർത്തി. അപ്പം കാസ്ട്രോ ഒക്കെ ക്ലാസിക്കലടാ കളിക്കുന്നത്. കാസ്ട്രോ നിങ്ങളൊക്കെ ആണല്ലോ സ്ട്രീമൊക്കെ ചെയ്യുന്ന ക്ലാസിക്കലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവര് കളിക്കുന്നുണ്ട്, അപ്പം ഇവരൊക്കെ അത്രയും കളിയൊക്കെ ഇല്ല, ഇവരെക്കാളും കൂടുതൽ മനസ്സിലായോ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെക്കാളും കൂടുതൽ കളിക്കും. അപ്പോൾ നമ്മൾ ഇന്നോടൊക്കെ ക്ലാസിക്കലൊക്കെ 1v4 ചുമ്മാ സിമ്പിളായിട്ട് അന്ന് അടിക്കാറുള്ള. അപ്പം ഞാൻ ഇന്നോടൊക്കെ ക്ലാസിക്കൽ ചുമ്മാ സോളോ സ്കോഡൊക്കെ പോയിട്ട് 1v4 ഒക്കെ അടിച്ചിട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ അല്ലാന്ന് മനസ്സിലായി. സംഭവം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമല്ല. നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായി. ഇപ്പം വേറെ ആൾക്കാർ, വേറൊരു യൂട്യൂബർ, ഞാൻ പേര് പറഞ്ഞില്ല, വേറൊരു യൂട്യൂബർ വീഡിയോ ഇടുന്നു, പക്ഷെ അവരെക്കാൾ നന്നായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ എനിക്ക് റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ മനസ്സിലായി കളി കൊണ്ട് മാത്രം റീച്ച് കിട്ടത്തില്ല എന്നുള്ള മനസ്സിലായി. ഈ സാധനമാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാൻ നോക്കുന്ന ഒരു മെയിൻ കാര്യം. എത്ര ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഗെയിം പ്ലേ സെറ്റ് ആക്കി വെച്ചാലും ദൈവമായിട്ടും കാര്യമില്ല. അല്ലടാ, അങ്ങനല്ല ഞാൻ പറയണം. മെയിൻ ആയിട്ട് പറഞ്ഞാൽ വെറും ഒരു ഗെയിം മാത്രം കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മറ്റേ കൊറോണ ടൈം ആയിരുന്നു, ഗെയിം പഠിക്കാൻ വേണ്ടി ഇവൻ എങ്ങനെ ഇങ്ങനെ അടിക്കുന്നത്, അല്ലെ ഇവൻ എങ്ങനെ ഇതെന്ത് ചെയ്തിട്ട് ഇവൻ ചെയ്യുന്നത്, അതറിയാൻ വേണ്ടി ആൾക്കാർ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലൈവ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാത്രം മതി എന്നുള്ളൊരു, അവർക്ക് സമയം പോകണം. ആ ഒരു അൽഗോരിതം എന്ന് മനസ്സിലാക്കുന്നോ അന്നേ പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരത്തുള്ളൂ. അത് ഇവൻ അത് മനസ്സിലാക്കിയതിന്റെ അന്നാണ് ഇവൻ പൊങ്ങി വന്നത്. എന്നിട്ട് മനസ്സിലായി. അപ്പം മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു ലിനോണക്കാന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കളിക്കുക ഡെയിലി, രാത്രിയില്ല പകലില്ല, വട്ട് പിടിച്ച പോലെ ഇതുപോലെ ഇരുന്ന് കളിക്കുമല്ലോ മൊബൈൽ. അപ്പൊ ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും മൊത്തം അങ്ങനെയാണല്ലോ, ഒരു മൈൻഡാണല്ലോ. ആരായാലും ഇപ്പൊ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെ കാണുമല്ലോ, അങ്ങനെ ഒരു മൈൻഡാണ്. എന്നിട്ട് മനസ്സിലായി. അപ്പം യൂട്യൂബ് എന്നുള്ളൊരു പരിപാടി വിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ്മാ ഇങ്ങനെ കളിക്കാം, അതുകൊണ്ട് അങ്ങ് നൈസായിട്ട് നിർത്തിയിട്ട് വല്ലതും പഠിക്കാനോ അല്ലെ എന്തിനെങ്കിലും ഒരു നല്ല ഒരു സെറ്റ് ജോലി വർക്ക്ഷോപ്പിൽ തന്നെ തിരിച്ച് കയറാന്നുള്ള, എന്നിട്ട് ആ ഫീൽഡ് വല്ലതും നോക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ആയപ്പം എന്നായിരുന്നു, നൈസായിട്ട് ഞാൻ കോൺകർ പുഷ് തുടങ്ങി. അവിടെയാണ് അത് നീ ശരിക്കും കണ്ടന്റ് അല്ല യൂട്യൂബർ ആവുന്ന വിചാരിച്ചു? അല്ലല്ല, ചുമ്മാ ഞാൻ കളിച്ചു. ഗെയിം ഭ്രാന്തിന്റെ പേര് ചുമ്മാ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ കളിക്കും. അന്ന് ഒരു പ്ലെയറിന് AKM ഒക്കെ ഉണ്ടായിരുന്നു, AKM എന്നൊക്കെ പറഞ്ഞത്. അന്ന് അങ്ങനെ കളിച്ചു, ഇങ്ങനെ ചുമ്മാ കളിച്ച് കോൺകറായി. കോൺകറായപ്പം അന്ന് കോൺകറിലെ ഏറ്റവും പേര് കേട്ടിരിക്കുന്ന ഒടിയനാണ്. പുള്ളി ഓർമ്മയുണ്ടോ? അതായത് പുള്ളി സ്ട്രീം ചെയ്യുന്ന സമയത്ത് എപ്പോഴും പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വലിയ വ്യൂവർഷിപ്പ് ഇല്ലെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊക്കെ സ്ട്രീം ചെയ്യുമ്പോഴും ഇങ്ങനെ എപ്പോഴും പുള്ളിയുടെ പേര് എൻ്റെ സ്ട്രീമിലൊക്കെ വന്ന് പറയുമായിരുന്നു, ബ്രോ പുള്ളിക്ക് റൈഡ് കൊടുക്കണം, പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് പുള്ളിയായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, നല്ല പ്ലെയറും ആയിരുന്നു. പുള്ളി നമ്മളൊരു എനിക്കൊന്നൊരു ഐപാഡ് പ്ലെയർ ആയിരുന്നു, ഇവിടെ നല്ല കളിക്കുമായിരുന്നു, ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിരുന്നു. ഒരു സമയത്ത് പുള്ളി അങ്ങ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി, ഈ യൂട്യൂബിൽ നിന്നൊക്കെ അങ്ങ് മൊത്തത്തിൽ പോയി, ആളെ വാനിഷായി പോയതുപോലെ അങ്ങ് പോയി. അത് മിസ്സായ ഒരു പ്ലെയർ ആണ്. ഇല്ല, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. പബ്ജി കാണുന്ന അല്ലെ BGMI പബ്ജി സ്ട്രീംസ് ഒക്കെ പണ്ട് കണ്ടോണ്ടിരുന്നവർക്ക് അറിയാം ഗൈസ്, പുള്ളി അറിയാം. ഒഡിയൻ ഗെയിമിംഗ് ആളൊരു ശരിക്കും പറഞ്ഞ ഒരു വൺ ഓഫ് ദ ഒരു OG പ്ലെയർ ആണ്. കേരളത്തിലെ കോൺകർ ട്രെൻഡ് കൊണ്ടുവന്ന പുള്ളിയാണ്. എന്നിട്ട് അങ്ങനെ ആയപ്പം ഇങ്ങനെ കളിച്ചപ്പോൾ പെട്ടെന്ന് കയറിയിട. അപ്പോൾ എനിക്കൊന്ന് 7-6 KD ഒക്കെ ഉണ്ട്. 7-6 KD എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഭയങ്കര വലിയ അങ്ങനെ 7-8 KD. എന്നിട്ട് അങ്ങനായി കോൺകർ പുഷ് ചെയ്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ കളിച്ച് കോൺകർ ആയില്ല. എന്നാൽ റാങ്ക് കയറാമല്ലോ എന്ന് വിചാരിച്ച് റാങ്ക് കയറി ഇങ്ങനെ കളിച്ച് ടോപ്പ് ഓണ്ടർ കയറി നിൽക്കുന്ന ടൈമിലാണ് ഹാരി TDയും പൊങ്ങി വരുന്നത്. അണ്ണന്റെ എൻട്രിയാണ്, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ അണ്ണന്റെ എൻട്രിയാണ്. അപ്പൊ അണ്ണൻ എന്നോട്ട് ഇടയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യും. ഈ സൈക്കോന്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ എന്നോട്ട് അണ്ണൻ കളിച്ചിട്ടൊക്കെയുണ്ട്, TDM കളിച്ചിട്ട് എന്നെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട്ടൊക്കെ വീഡിയോ ഇട്ട് ആ ഇടയ്ക്കാണ് സൈക്കോനെ തോപ്പിക്കുന്ന ആള്. സൈക്കോനെ ഡണ്ണായി കളഞ്ഞു. മീൻസ് ഭയങ്കര അതൊരു 19 കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് ഈ പറയണ എല്ലാവർക്കും സൈക്കോയെ തോപ്പിച്ചപ്പോഴത്തേക്കിന് അടുത്ത എല്ലാവരുടെയും ടാർഗറ്റ് ഹാരിയെ തോപ്പിക്കുക. ഈവൻ ഞാൻ പോലും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് പക്ഷെ ഞാൻ എന്നിട്ടും ഈ ഒരു ടൈമിലൊന്നും അല്ല അവനെ തോപ്പിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് കോമ്പറ്റീറ്റീവിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഹാർഡ് ഗ്രൈൻഡ് കുത്തിരുന്നു. നീയുമായിട്ട് ഞാനും നീ ഇവിടെ TDM കളിക്കുന്ന ഓർമ്മയുണ്ടോ? ആ സമയത്താണ് ഞാൻ ഹാരി തോപ്പിക്കണേ. ആ സമയത്ത് ശരിക്കും അത് ഭയങ്കര എല്ലാവർക്കും സൈക്കോയെ തോപ്പിച്ച ആളെ സീറോയ്ക്ക് തോപ്പിച്ച ആളെ അടിക്കണം, അതായിരുന്നു അന്നത്തെ ട്രെൻഡ്, അതായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഹരിയണ്ണ എൻ്റെ കൂടെ കളിക്കും. ഹരിയണ്ണ നമ്മൾ അങ്ങനെ ഞാൻ രീതിയിൽ ഹരിയണ്ണ എൻ്റെ കൂടെ വന്ന് കളിക്കുമായിരുന്നേ.
പുള്ളി എന്നോട് വന്ന് കളിക്കും, അടങ്ങിയാണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പം ഞാൻ ഈ സമയത്ത് യൂട്യൂബിലല്ല ഇന്നായിരുന്നു റാങ്ക് പുഷിൽ കുറച്ചൊരു ടോപ്പ് 50 അങ്ങനെ എന്തോ ഒരു രീതിയിലൊക്കെ കയറി നിൽക്കുവാണ്. അങ്ങനെ ആയപ്പം ഇടയ്ക്ക് ഞാൻ പുള്ളിയായിട്ട് കളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ യൂട്യൂബിന് ഐസാട്ടം കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഐസാട്ടം തള്ളി കയറ്റിയപ്പം അത്രയും ദിവസം എനിക്ക് വന്ന് 70 വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു ആ ഒരു ടൈമിൽ. നമ്മുടെ വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോക്ക് 70 വ്യൂസ് നൈസായിട്ട് ഒരു ദിവസമൊക്കെ എനിക്കൊന്ന് 3K വ്യൂസ് ഒക്കെ അന്ന് ഭയങ്കര ഹൈ ലെവലാണ്. 3000 കയറി. പിറ്റേ ദിവസം പെട്ടെന്ന് അങ്ങ് റീച്ചായി ഒരു 10-12K ഒക്കെ അങ്ങ് കയറി. അത് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് കോൺഗ്രർ ബുഷിൻ്റെ ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഒരു 10-20-30 പേര് കൺസിസ്റ്റൻ്റ് അങ്ങ് വരാൻ തുടങ്ങി. 30 പേര് കഴിഞ്ഞു, അത് 40 പേരായി, 40 പേര് 50 പേരായി. ഇനി പിന്നെ പാബ്ലോ പരിചയപ്പെട്ട് പാബ്ലോ ഇടയ്ക്ക് ഒന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ അത് 60ആയി, 70ആയി, 100ആയി. 100ആയി എന്നപ്പോൾ നൈസായിട്ട് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ടോപ്പ് 10 എത്തി. അപ്പം ഒടിയനാണ് ടോപ്പ് 5 അടിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കൂടിയൊരിത്. നൈസായിട്ട് ഞാൻ അടുത്ത സീസൺ തുടങ്ങിയപ്പം നൈസായിട്ട് ഞാൻ കളിച്ച് ടോപ്പ് 1 ആയി. ആ ടോപ്പ് 1ൽ നിന്ന് ആണ് സായി പോപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരിയർ ചേഞ്ചിങ് മൂവ്മെന്റ്. അവിടെയാണ് ചേഞ്ച് ആണല്ല, അവിടെ നിന്നാണ് ചേഞ്ച് ആണ്. ഇവന്മാരൊക്കെ ഞാൻ പറഞ്ഞ കളിപ്പിക്കും, ഇവന്മാരൊക്കെ പേടിപ്പിക്കും ഞാൻ. അന്നോട്ടെ ഞാൻ പേടിപ്പിക്കും. ഇന്ന് ഞാൻ വിഷയം, അന്ന് ഞാൻ വിഷയമാണ്. എന്നിട്ട് ഞാൻ ഇവന്മാരെ പേടിപ്പിച്ച് നൈസായിട്ട് ബോട്ടിന്റെ കില്ലടിച്ച് നൈസായിട്ട് ആ പോയിന്റ് ഒക്കെ നമുക്ക് ഒരു ബോട്ടിന് കില്ലടിച്ച് കഴിഞ്ഞാൽ പോയിന്റ് കയറും, അങ്ങനെ കില്ലടിച്ചാലും പോയിന്റ് വരും. അങ്ങനെ ഞാൻ പേടിപ്പിച്ച് നൈസായിട്ട് പിള്ളേരൊക്കെ നിർത്തി ടോപ്പ് 1 അടിച്ചു. ടോപ്പ് 1 അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മെൻഷനൊക്കെ 100, എൻ്റെ കരിയറിൽ ഇൻസ്റ്റയിലൊക്കെ 100+ മെൻഷനൊക്കെ വരുക. 100+ മെൻഷൻ, വാച്ചിങ് ഒക്കെ കണ്ട് 3000, 4000, 100, 200 വരെ വാച്ചിങ് നിന്ന് ഒറ്റ അടിക്ക് ട്രിബ്യൂട്ട് വീഡിയോ വരുന്നു, മറ്റേ വീഡിയോ വരുന്നു, മറിച്ച് വിടുന്നു, ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നു. ഞാനും പണ്ട് എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വെച്ചാൽ ഗെയിമിങ്ങിലൊക്കെ വരുന്നതിന് മുമ്പേ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു സായി പോപ്പി ആശ. അങ്ങനെ 100+ മെൻഷനൊക്കെ വരുന്നു, ഭയങ്കര സീനായി. നീ ആ സമയത്താണോ ഫേസ് ക്യാം ഇടുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അടുത്തല്ല, ഈ അടുത്ത് കുറച്ചാണ്. എന്നിട്ട് മൊത്തം സീനായി കേട്ടോ, മൊത്തം മാറി. അവിടുന്ന് തലവരെ അങ്ങ് മാറി. ഞാൻ വിചാരിച്ച് ഇവിടുന്ന് അങ്ങ് മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പം നൈസായിട്ട് ഇങ്ങനെ കുറയാൻ തുടങ്ങി. കുറയാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഒരു കൺസിസ്റ്റന്റ് ഒരു വാച്ചിങ് ടോപ്പ് 1 കയറിയതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു നമ്മളപ്പോൾ കളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രർ ബുഷ് ആ ടൈമിലും കളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി വർക്ക് ചെയ്യുമായിരുന്നു. 24 അവർ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം 17 അവർ ഇരുന്ന് കളിക്കുമായിരുന്നു. ഉറക്കം ഭ്രാന്തായിരുന്നു കേട്ടോ. അങ്ങനെ എന്നായിരുന്നു കുറഞ്ഞു വരുമായിരുന്നു. അപ്പം മനസ്സിലായി ആദ്യമത്തെ ഒരു ഹൈപ്പായിരുന്നല്ലോടാ അങ്ങനെ കയറുന്നത്. പക്ഷെ എന്നാലും ഒരു ഇതായിരുന്നു. ആദ്യം നമുക്ക് ഒരു വാച്ചിങ് അത്ര എനിക്കൊന്നും വാച്ചിങ് ഒന്നും ഇല്ലായിരുന്നല്ലോ നമ്മൾ ആദ്യമൊക്കെ ലൈവ് ചെയ്യുമ്പോൾ. സ്വന്തം മൊബൈൽ മാത്രം സ്വന്തം മൊബൈൽ. അപ്പം അവളുണ്ടായിരുന്നു. അവൾ എന്നിട്ട് മറ്റേ പിന്നെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. അതൊന്നും അയച്ചു. അവള് സ്കൂൾ ഗ്രൂപ്പിൽ, ഞാൻ സക്സസ് ആവാൻ വേണ്ടി അവള് സ്കൂൾ ഗ്രൂപ്പിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അവളിരുന്ന്. അപ്പൊ അവളെപ്പോഴും കാണുമായിരുന്നു കേട്ടാ ലൈവ് വരുന്നുണ്ട്. അങ്ങനെ എന്നായിരുന്നു ഇത്രയും ടോപ്പ് 1 ആയി, ഒരുമാതിരി വാച്ചിങ് ആയി, 3K ആയി. 3K പതുക്കെ ഇങ്ങനെ ടോപ്പ് 1 ഇങ്ങനെ ആദ്യമത്തെ ഒരു ഇതിൽ ഭയങ്കര വാച്ചിങ് കയറി. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞു വന്ന്. എന്നാലും ഞാൻ എല്ലാ സീസണും എന്നായിരുന്നു എനിക്കൊന്നൊരു ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു 5 സീസൺ ആശം അടിച്ചിട്ടുണ്ട്. ഈ 5 സീസണും ഞാൻ ഇരുന്ന് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സീസണിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ 24 അവർ കളിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എന്നായിരുന്നു ടൈറ്റാൻ്റെ ബൂട്ട് ക്യാമ്പിൽ ഇരുന്നിട്ട് ഞാൻ എനിക്കൊന്ന് 30 സംതിങ് ആണ്ടാന്ന് തോന്നുന്നു അങ്ങനെ കളിച്ചു വന്നപ്പോഴാണ് ബാൻ ആയത്. 30 സംതിങ് ആണ്ട് കളിച്ചപ്പോൾ അന്ന് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ കേരളത്തിനാണേലും അങ്ങനെ കേരളത്തിൽ പുറത്താണ് ചില പഠിക്കുമെന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു ഗുണ്ടേനെ വേറെ ആശാണ് കേട്ടില്ല എന്നാണ് എൻ്റെ ഇത്. ഭയങ്കര സീനായിരുന്നു. കേരളത്തിലെ വേറെ ഒരുത്തനും ഞാൻ മാത്രമേ ആശാൻ കയറാവുള്ളൂ. പക്ഷെ ഞാൻ നിന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു. വേറെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞൊക്കെ മാറുവാണല്ലോ ഉള്ളൂ. എന്നാലും മലയാളികൾ വേറെ ഞാൻ നിന്ന ടൈമിലൊന്നും കേട്ടില്ല. ബാൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നൊരു 4ാമത്തെ ടൈം വേണ്ട ബാൻ ആയി കഴിഞ്ഞപ്പം ആരാണ്ട് കയറി തോന്നുന്നു മലയാളികൾ. ഏതോ എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല. പേരെന്ന് പറഞ്ഞ കണ്ണപ്പി ഇവൻ പറയുന്നത് കാര്യമാണ്. നിനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നിനക്കിപ്പം ഇവനോ ഇവന്റെ അച്ഛനോ പരിചയമില്ലാത്ത ഒരാളെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ചായക്കട വെച്ച് കണ്ടിട്ടുണ്ട് ആ സാധനമാണ് ഇവൻ. മനസ്സിലായത്? നീ ഇന്നലെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇവന്റെ കാര്യം ശ്രദ്ധിക്കണം. ജബുന്റെ കാര്യം വിട്ടായിരുന്നു. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്ന ആരെയും കേട്ടില്ല. എന്നിട്ട് ബാനായി പോയപ്പം ഞാൻ കരയൊക്കെ ചെയ്ത്. ഞാൻ കരഞ്ഞിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുണ്ട്. കരഞ്ഞിട്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അങ്ങനെ വേറെ ആരാണ്ടാക്കി കേറി അത് കഴിഞ്ഞ് പിന്നെ കരഞ്ഞ ഇൻസ്റ്റ സ്റ്റോറി ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബാനായി പോയില്ലടാ. ഞാൻ 30 സംതിങ് അവർ ആയിരുന്നു. അത് എക്സിനോസ് ഉണ്ടല്ലോ, എക്സിനോസിനോട് ചോദിച്ചറിയാം. എക്സിനോസ് എനിക്ക് ചപ്പാത്തി, ഞാൻ ഇപ്പോഴും ഉണ്ട്, എനിക്ക് എക്സിനോസ് ചപ്പാത്തി കറി മുക്കിയിട്ട് ഞാൻ കളിച്ചോണ്ടിരിക്കട്ടെ. ഞാനിപ്പോൾ സൈഡിലോട്ട് ക്യാമ്പ് ചെയ്തിട്ട് അവൻ എനിക്ക്, അപ്പം എൻ്റെ കൈ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴുകണം, എണീറ്റ് പോകണം, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ. അപ്പോൾ അവൻ എനിക്ക് ചപ്പാത്തി കറി മുക്കിയിട്ട് തരുക. അന്ന് ഞാൻ കണ്ണൊന്നും തുടങ്ങില്ല. എൻ്റെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ ചൂടായിട്ട് ഭയങ്കര സീനൊക്കെ ആയി. ഇത് കാണുന്ന എക്സിനോസ് ആയി കാതിൽ കടക്കിലിട്ട് ഒരു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു. അവൻ എനിക്ക് ചപ്പാത്തി എനിക്ക് രണ്ട് ചപ്പാത്തി കണ്ട് കഴിച്ച് അവൻ എനിക്ക് വായി വെച്ച് ഞാൻ കടിക്കും. ഞാൻ മൊബൈൽ നോക്കാണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കടിച്ചു. അങ്ങനെയായിരുന്നു കളിക്കണം. അതുകൊണ്ട് ഞാൻ ബാനായപ്പം അപ്പം ഇത്രയും നേരം കളിച്ച് അവിടെ എല്ലാവരും പ്രൂഫ് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ഫയർ കുറേ പിള്ളേരുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മുന്നിച്ച് 30 ഓവർ കളിച്ച്, എല്ലാവരും മുന്നിച്ച് കളിച്ചല്ല, ഓൾറെഡി കളിക്കും. പക്ഷെ എല്ലാവരും പോയിന്റ് വേറെ ആരും കയറാതിരിക്കാൻ വേണ്ടി ഞാൻ, മനസ്സിലായോ, ഇരുന്ന് കളിച്ച് ടോപ്പ് 1 തന്നെയാണ് ബാനായത്. ബാനായി പോയി വേറെ ആൾക്കാരൊക്കെ കയറി. പിന്നെ അത് കഴിഞ്ഞു, കരഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഈ കാര്യം. ഇത് എനിക്ക് ഓർമ്മയില്ല. നീ ബാനായെന്ന് പറഞ്ഞ് നീ കരഞ്ഞു എന്നുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അത് സ്റ്റോറി ഇട്ടാണ് അന്ന്. ആ സമയത്ത് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. പോടാ ഇല്ല, ഇവന്റെ വൈറലായെന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ്, അതായത് നിന്റെ ലോക്കോടെ കോൺട്രാക്ട് പോയത്. അത് ഞാൻ കുറെ കണ്ടായിരുന്നു. ഇങ്ങനെ നീ വിഷമിച്ച് പറയണത്. ബാക്കി പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആ സീസൺ പിന്നെ വെറുതെ കളിച്ചു. അപ്പം എത്ര വെറുതെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 400-300 വാച്ചിങ്. ആ ഒരു വാച്ചിങ് കാണും. എല്ലാം കുറഞ്ഞ് 400-300 വാച്ചിങ് വെറുതെ കളിക്കുമ്പം. പക്ഷെ എല്ലാ സീസൺ തുടങ്ങുമ്പം ഹാർഡ് വർക്ക് ചെയ്ത് ടോപ്പ് 1 കയറ്റുവാണെങ്കിൽ 1K വാച്ചിങ് ഒക്കെ വരും. മനസ്സിലായി? എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആകണം. ഒരു കൺസിസ്റ്റൻസ് വാച്ചിങ്. ഇപ്പം ടോപ്പ് 1 കയറിയാൽ മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി, ഒരു 500 500 ഇല്ല ഒരു 600 600 വാച്ചിങ് അങ്ങനെ കയറ്റി എടുക്കണം എന്നൊരു മൈൻഡായിരുന്നു. പിന്നെ അത് 200 കുറേയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കുറേയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ പോയി വീട്ടിൽ വന്നു. ബൂട്ട് ക്യാമ്പിൽ നിന്ന് വീട്ടിൽ വന്നു. നൈസായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം കോമ്പറ്റീറ്റീവ് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ച് ഓരോ സമയത്ത് ഓരോ എന്തിലാണ് സക്സസ് ആവുന്നത് പറയാൻ. അങ്ങനെ കോമ്പറ്റീറ്റീവ് കളിക്കാമെന്ന് വിചാരിച്ചു. കോമ്പറ്റീറ്റീവ് കളിച്ച് ലൈവൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വന്നൊരു എന്നായിരുന്നു, ഞാൻ ഇപ്പം X7 കയറിയിട്ട് അമ്മമാരുടെ ക്ലാൻസിൽ ആ സമയത്ത് ജേണി ഉണ്ടായിരുന്നല്ലേ നിനക്ക്? ഉണ്ടായിരുന്നു. അങ്ങനെ X7 കയറിയിട്ട് ആദ്യമൊക്കെ കോമ്പറ്റീറ്റീവ് ഇതൊക്കെ ഇട്ടപ്പം അങ്ങനെ വലിയ ക്ലാസ്സിൽ കളിച്ചിട്ട് നമ്മൾ വരില്ല. അപ്പം നമുക്ക് അത്ര കളിയില്ല. അങ്ങനെ ആദ്യം കിട്ടപ്പം ഒരു 400 വാച്ചിങ് വന്നു. അത് കഴിഞ്ഞ് 400 300 200 100 80 70 വാച്ചിങ് ആയി. 70 വാച്ചിങ് കഴിയുമ്പം നമ്മൾ ഇതാണ് ഒരു കരിയറായിട്ട് നമ്മൾ നോക്കിക്കണം. മനസ്സിലാക്കണം? നമ്മുടെ മൈൻഡിൽ ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും സാധ്യതാണോ? അങ്ങനെ മൊത്തം ഡിപ്രഷനായി. ഇപ്പം ഞാനിങ്ങനെ എക്സാമിലൂടെ അവരോട് പറഞ്ഞു, എനിക്ക് ഒരു PC എടുത്ത് തന്നാൽ മതി, ഞാൻ എങ്ങനെയും നൈസായിട്ട് നോക്കിക്കോളാം, സെറ്റാകും, ഞാൻ ലൈവൊക്കെ ചെയ്ത് സെറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്ക് മറ്റേ ഫേസ് ക്യാമൊക്കെ ഇടാൻ ഭയങ്കര മടിയായിരുന്നടാ. അപ്പോൾ ഇവള് മോട്ടിവേഷൻ തരും എനിക്ക്. ഇവള് പറയും ഇട് സെറ്റ് ആകും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവള് നോക്കുമ്പോഴും എല്ലാ സ്ട്രീമേഴ്സും ഫേസ് ക്യാം ഒക്കെ ഉണ്ട്, ഞാൻ മാത്രം ഒന്നുമില്ല. ഇപ്പൊ ഇത്രയും ഇപ്പൊ പറഞ്ഞില്ലടാ, 24 hour കളിക്കും, ഇതെല്ലാം ചെയ്യും. എന്നാലും കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ $150 ഒരു മാസം കിട്ടുന്നത്. അത്ര 10,000 അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇത് വെച്ച് മേടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ മടിയാ ഒന്നും ചെയ്ത്. പക്ഷെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചെയ്തു തരും, അതെനിക്ക് ഉറപ്പാ. PC ഒക്കെ ചെയ്തു തരണം ചോദിച്ചാൽ പുള്ളി ചെയ്തു തരും. ഒരു 10-21 വയസ്സായപ്പോൾ ഞാൻ ഇതിന്റെ പുറകെ എന്നെ കളിച്ചോണ്ടിരിക്കുക, പൈസ ഒന്നും ഉണ്ടാകുന്നില്ല. പുള്ളിക്ക് എന്നെ മൈര ഇറങ്ങി പോടാ, വീട്ടിൽ നിന്ന് വല്ല പണിക്കും പോടാന്ന് പറയാം. പുള്ളി അപ്പോഴും പറഞ്ഞിട്ടില്ല എന്നോട്. ഉണ്ടാക്കുന്നുണ്ട് ഇവൻ കുറച്ച്. അല്ല ലോക്കോ നാലും കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഉണ്ടാക്കണില്ല അങ്ങനെ പൈസ. ഞാൻ ഇവന്റെ അച്ഛൻ പറയൂലടാ, ഇവന്റെ അച്ഛൻ പറയൂല. പുള്ളി പറഞ്ഞില്ലേ, പുള്ളി അത്രയും കിട്ടില്ല മനുഷ്യനാ. ഇവന്റെ അച്ഛൻ ഇപ്പൊ ഉണ്ടാക്കിയില്ലേലും പറയില്ല. പക്ഷെ ഒരു 25 വയസ്സ് വരെയൊക്കെ പുള്ളി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ കവട്ടൊക്കെ ഇറക്കിവിടുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. പക്ഷെ അവൻ ഇത്ര നേരം നമ്മുടെ സ്റ്റോറി പറഞ്ഞു വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നോക്കിയാൽ മതി, തുടക്കം തൊട്ട് ഇപ്പൊ വരെ, അതായത് ഇവൻ പറഞ്ഞ സ്റ്റോറിയിൽ തുടക്കം തൊട്ട് ഇന്ന് വരെ ഇപ്പൊ വരെയും
അവൻ അച്ഛൻ ഓൾ ടൈം അവന്റെ കൂടെ ഉണ്ടാവുന്ന അവന് ഭയങ്കര കോൺഫിഡൻസ്. അതെ അവന്റെ റിയൽ ഈ ജേർണിയിൽ റിയൽ ഹീറോ. മൊബൈല് മേടിച്ചു തരാനെല്ലാം പുള്ളിയാണ് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ എന്നായിരുന്നു പുള്ളി ഇവിടെ നിന്ന് കാണുന്നുണ്ട്, പുള്ളിക്ക് എല്ലാരും അറിയാം, ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എല്ലാരും പുള്ളിക്ക് അറിയാം. പിന്നെ നിന്നെയൊക്കെ എല്ലാരും അറിയാം, നിന്നെയൊക്കെ അറിയാം. പിന്നെ എടാ കൊച്ചു സ്ട്രീമേഴ്സിനൊക്കെ അറിയാം. എനിക്ക് ചില ആൾക്കാരൊക്കെ ഐശൊക്കെ തരും, റെയ്ഡൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയ ചെറിയ അല്ല ചെറിയ ചെറിയ ആൾക്കാരുടെ ലൈവൊക്കെ കാണും. അങ്ങനെയൊക്കെ അയച്ചൊക്കെ തരും. അവിടെ അവൻ ഒരു വാച്ചിങ് ഉള്ളു, അങ്ങനെയൊക്കെ പറയുക, ഒരു വാച്ചിങ് 10 വാച്ചിങ് ഒക്കെ ഉള്ളതെന്നൊക്കെ പറയും. ഭയങ്കര സീനായിരുന്നു. എന്നിട്ട് എന്നായിരുന്നു PC ഇന്നോണെ X7 അവരോട് അല്ല പിന്നെ ഏതായിരുന്നു പറഞ്ഞെടുത്ത് മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല. ആകെ 10,000-10,000 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അറിയാം. 10,000 രൂപയ്ക്ക് നടക്കും തോന്നില്ല, ഇപ്പോഴത്തെ കാലത്ത് നടക്കത്തില്ല. അങ്ങനെ ഈ 10,000 രൂപ ഉണ്ടാക്കിയാലും ഞാൻ ഉള്ളതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാനൊക്കെ പോകും, അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ തീരുമായിരുന്നു. പക്ഷെ അറിയാം ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 80 വാച്ചിങ് 70 വാച്ചിങ് അപ്പോൾ ഞാൻ X7 അവരോട് പറഞ്ഞു, അവരെ തന്നെ ഞാൻ കോമ്പറ്റീറ്റീവ് കളിക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ കോമ്പറ്റീറ്റീവ് കളിക്കുന്നില്ല, അങ്ങനെ ക്ലാസിക് കളിച്ചോളാം. എന്നെ അടുത്താകുമ്പം ഫേസ് ക്യാമും ഒക്കെ ഇട്ട് ആൾക്കാരെയൊക്കെ കുറച്ച് പിടിച്ചു നിർത്തി. ഓൾറെഡി ഞാൻ ലൈവിൽ തെറിയൊക്കെ വിളിക്കുമല്ലോ. ഇപ്പം നേരെ റാങ്ക് കൊണ്ടൊക്കെ പുഷ് ചെയ്യുമ്പോൾ ഇവന്മാരൊക്കെ പോയി ചാകുമ്പോഴും അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ. ഫേസ് ക്യാം ഇല്ലാതെ വിളിക്കാൻ ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പം എന്നായിരുന്നു ഓൾറെഡി തൊപ്പിയൊക്കെ പിന്നെ ലൈവ് ചെയ്യുന്നുണ്ട്. തൊപ്പിയൊക്കെ നല്ല ആ ടൈമിൽ തൊപ്പി കത്തിച്ച് നിൽക്കുക ടൈമിന്. അപ്പോൾ തൊപ്പിയൊക്കെ ഇത്രയും കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് എനിക്ക് ചീത്ത വിളിച്ച് ഞാൻ എൻ്റെ രീതിയിൽ ചീത്ത വിളിച്ച് ലൈവ് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അവരെ കൊണ്ട് നൈസായിട്ട് എത്ര ഒരു രൂപ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട് PC ക്ക്. അങ്ങനെ ഒരു PC ഒക്കെ എടുപ്പിച്ചു. അങ്ങനെ ഫേസ് ക്യാമൊക്കെ സെറ്റ് ആക്കിയിട്ട് നീ ആ ഫേസ് ക്യാം ഇടുന്ന സമയത്ത് ഫേസ് ക്യാം ഇട്ട് തുടക്കം സ്ട്രീം ചെയ്യുന്ന സമയത്ത് കുറെ പേര് ഇങ്ങനെ കമന്റ് പറയായിരുന്നു തൊപ്പിയാവാൻ നോക്കുവാണോ. അല്ലല്ലേ അത് കുറെ പേര് നോക്കി പറഞ്ഞു. കാരണം തൊപ്പി സമയത്ത് ഷർട്ടില്ലാതെ സ്ട്രീം ചെയ്ത് നീ മറ്റേ ഷർട്ടില്ലാതെ മറ്റേ വാഴത്തോപ്പിലൊക്കെ ഇരുന്ന് സ്ട്രീം വാഴത്തോപ്പിൽ ഷർട്ട് ഉണ്ടായിരുന്നല്ലേ, അല്ലാണ്ട് ഷർട്ടില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നായിരുന്നു അവിടുന്ന് ഫേസ് ക്യാം ഒക്കെ ഇട്ട് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് ഡേ ഉണ്ടെന്ന് തോന്നുന്നു 80 വാച്ചിങ് അല്ല ലാസ്റ്റ് വന്ന് 80-70 വാച്ചിങ്ങിന്ന് 1K ആണ്ട് കയറി. കരിയർ ടു കരിയർ തിരിച്ചു വന്ന് പിന്നെ ഫേസ് ക്യാം ഒക്കെ ഇട്ട് ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുമാതിരി കയറി വന്നു. അങ്ങനെ എന്നായിരുന്നു അമ്മായിനെ അറിയായിരിക്കും, കുറെ ആൾക്കാർക്ക് അമ്മായിനെ അറിയാം, പണ്ട് ലൈവ് കാണുന്ന കുറെ ആൾക്കാർക്ക് അമ്മ അറിയാം. അങ്ങനെ ഇങ്ങനെ അമ്മായിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അപ്പോൾ അമ്മായി ആലപ്പുഴ ചായക്കട എൻ്റെ മോനെ മിണ്ടാത്ത അങ്ങനെ വന്ന് ഏതോരുത്തും പിന്നെ ആ ടൈമിൽ ലോക്കോയുടെ കാര്യം ചോദിച്ചപ്പം ലോക്കോയിൽ എന്താണ് ഇങ്ങനെ. അപ്പം പണ്ടത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചു, ലോക്കോയിൽ ഇത്ര ഏണ്ട് അന്ന് ഫേസ് ക്യാം ഒന്നും ഇല്ലാണ്ട് ലോക്കോയിൽ എനിക്കൊന്ന് റാങ്ക് 1 പുഷ് ചെയ്യുന്ന ആ ടൈമിൽ ഞാൻ ഒരു 2-3 മാസം വേണ്ടി ഇങ്ങനെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലൈൻഡിൽ എന്തോ ഇതായിട്ട് പൈസ ആയിട്ട് തന്നായിരുന്നു, കുറച്ച് പൈസ തന്നെ, കറക്റ്റ് എത്രയെന്ന് ഓർമ്മയില്ല, എത്ര പൈസ തന്നായിരുന്നു. പക്ഷേ കോൺട്രാക്ട് എൻ്റെ പോയി, എനിക്ക് കോൺട്രാക്ട് ഇല്ല എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ ദിവസം 3 അവർ മാറ്റി നമ്മൾ യൂട്യൂബിൽ ചെയ്താൽ നമുക്കൊരു 300-400 കിട്ടും. ഫേസ് ക്യാം ഇല്ലെങ്കിൽ 300-400 നമുക്ക് അത്രയെങ്കിലും കിട്ടും ഒരു ദിവസം ലൈവ് ചെയ്യുമ്പോൾ. പക്ഷേ എന്നായിരുന്നു ലോക്കലാകുമ്പോൾ എത്ര വാച്ച് അവറിനാണ്ട് ഇത്ര രൂപ വേണ്ടി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ലോക്കൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ 3 മാസം കൊണ്ട് കഴിയുമോ അങ്ങനെ ചെയ്തപ്പം സാത്താൻ ബ്രോയിനെ ഒരു ജോക്കർ ബ്രോയിനൊന്നുമില്ല, സാത്താൻ ബ്രോയിനൊക്കെ എപ്പോഴൊക്കെ വിളിക്കുമായിരുന്നു, അങ്ങനെ എടുക്കത്തൊന്നുമില്ല. അപ്പം ലോക്കോയുടെ കാര്യം വേണ്ടിയിട്ടപ്പം ഞാൻ ഇങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് ഓമാരെടുത്തില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാണ് കരഞ്ഞ ഇതൊരു സീൻ വന്നത്. അത് നല്ല വൈറലായിരുന്നു ആ വീഡിയോ. കുറെ പേര് ഇതൊക്കെ ഇട്ടായിരുന്നു, ലൈക്ക് ഈ പറയണത് പോലെ. ഞാൻ ആ സമയത്ത് ലൈവായിരുന്നു, അപ്പം നീ കരഞ്ഞപ്പോ എന്റെ ലൈവ് വന്ന് സ്പാം ചെയ്ത് കുറെ പേര് സായിപ്പ് കരയുന്നു. അന്ന് ഞാൻ നിനക്ക് മെസ്സേജ് ആയിരുന്നു, ഓർമ്മ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ രാത്രി നിനക്ക് എനിക്ക് അന്നേരം കുറെ പേരെന്റെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സായിപ്പ് ലൈവിലിരുന്ന് കരയുന്നു. എന്തോ ശരി സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അന്നേരം ആലോചിക്കുകയാണ്, നീ അവിടെ ഇരുന്ന് കരയുന്നത് സെയിം അവസ്ഥ ഞാൻ ആരോടും പറയണത്. ഞങ്ങൾക്ക് പേയ്മെന്റ് ഇട്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് 6-7 മാസത്തെ പേയ്മെന്റ് കിട്ടാതെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നീ ഇത് പറയണേ. അപ്പൊ എനിക്ക് ലോക്കമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, നമ്മൾ ഇവര് ത്രൂ എടുത്തേക്കുന്നത്, ഡയറക്റ്റ് ഒരു പിടുത്തവും ഇല്ല. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്ത്. ഞാനിങ്ങനെ മനസ്സിലായേക്കാണ് നമ്മുടെ അവസ്ഥ ഇത് തന്നെ, ഇവനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ നീ എന്നോട് എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അതായി. പിന്നെ അവിടുന്ന് ഒരു സ്റ്റേബിൾ വാച്ചിങ് ഞാൻ സെറ്റാക്കി, ഒരു 1K മേളിൽ വാച്ചിങ് സെറ്റാക്കി പോയി പതുക്കെ ഞാൻ നമ്മുടെ നാണമെല്ലാം മാറി ലൈവ് ചെയ്യുമ്പം. ലൈവ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം പോഡ്കാസ്റ്റ് വന്നിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഇതുണ്ടല്ലോ, പക്ഷെ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വാതിലും അടച്ചു കഴിഞ്ഞാൽ പിന്നെ
നമ്മുടെ ഇതാണ്. നമ്മുടെ നമ്മൾ അവിടെ എന്നാ കുണ്ണത്തരം കാണിച്ചാലും നമുക്കിതില്ല, നാണമില്ല, ഒന്നുമില്ല. അങ്ങനെ ആൾക്കാർ കുറെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ റീലൊക്കെ വൈറലായി കരിയർ ചേഞ്ചിങ് ആയി. ഒരു 3-4K വാച്ചിങ് ഒക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 50 ഡിന്നർ കൊണ്ടുവന്നു. ഏതോ ഒരു പെണ്ണ് തമിഴ്നാട് അല്ല ചെയ്ത് കണ്ടല്ല, അവളാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഡിന്നർ 2 അടിച്ച് 49 അടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കളിച്ചോണ്ട് പറഞ്ഞാ നമുക്ക് 50 ഡിന്നർ അടിക്കാം, തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ 50 ഡിന്നർ സ്റ്റാർട്ടിങ് തുടങ്ങി. അത് ഭയങ്കര ഹിറ്റായി. സത്യം പറഞ്ഞാൽ ട്രെൻഡിങ് ആയിരുന്നു, എല്ലാരും ചെയ്യാൻ തുടങ്ങി. ട്രെൻഡിങ് ആയി, അത് ഭയങ്കര ഹിറ്റായി. എന്നിട്ട് ഒരു 3-4K 5K വാച്ചിങ് ഉണ്ട്. അങ്ങനെ സെറ്റായി ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് വാസുവണ്ണൻ മറ്റേ RP ഒക്കെ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് BGMലോട്ട് വരുന്നത്. അവിടുന്ന് ഒരു ബിഗ് കരിയർ ചേഞ്ചിങ് പിന്നെയായി. അവിടുന്ന് എത്ര 4K 5K വാച്ചിങ് നിന്ന് 10K ആയി, 11K ആയി, 12K 13K 14K 15K. അത് മെയിൻ ആയിട്ട് എനിക്ക് കുറച്ച് ഭയങ്കര, ഞാനത് കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് കുറച്ച് ഡീപ്പ് അഫെക്ഷൻ ഉള്ള കുറച്ച് ഓഡിയൻസ് ഉണ്ട്. ഞങ്ങളിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ കളിക്കാൻ പോകുമ്പോ അവിടെ വരും. അപ്പം നമ്മൾ ആ സമയത്ത് ഒന്നീ നീ ആയിരിക്കും സ്ട്രീം, അല്ലെ ഞാനായിരിക്കും സ്ട്രീം. അപ്പൊ രണ്ടുപേരിൽ ഒരാളെ ഉള്ളതുകൊണ്ട് എല്ലാരും കാണാൻ വരും. അങ്ങനെ എന്റെ കുറെ ഓഡിയൻസ് നിനക്കും കിട്ടി ആ സമയത്ത്. അത് നല്ലൊരു എനിക്കും ബൂസ്റ്റ് ഉണ്ട്. കാരണം നീ എന്നെ കൂടെ കളിക്കാൻ വരുമ്പോൾ BGMക്ക് എനിക്ക് 2 ലക്ഷം വാച്ചിങ് ടോട്ടൽ വ്യൂസ് ആ ഒരു സമയത്ത്. എനിക്ക് നോർമലി എന്റെ സ്ട്രീം ഒരു 1.8 1.7 ഒക്കെയാണ് വരുന്നത്. നമ്മൾ BGM കളിച്ചു തുടങ്ങിയപ്പോൾ നിന്റെ ഓഡിയൻസ് കുറെ പേര് എന്റെ POV കാണാൻ വന്ന് അങ്ങനെ അങ്ങോട്ട് ക്ലാഷ് ആയപ്പോഴത്തേനും നമുക്ക് രണ്ടുപേർക്കും ആ ഒരു ഇതായി. നമ്മളങ്ങനെ നേരെ ഗോഡലൊക്കെ കയറി നല്ല ഇതായി. അങ്ങനെ കുറെ റവന്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നല്ല പൈസ കിട്ടാൻ തുടങ്ങിയായിരുന്നു. എത്ര കിട്ടാൻ അങ്ങനെ പിന്നെ എന്നായിരുന്നു, നമ്മള് ഗോഡലിൽ കയറി. നീ ആ ഗോഡലിൽ കയറ്റി, അത് കഴിഞ്ഞ് എന്നെ BGMയുടെ ഒഫീഷ്യലി എന്നൊക്കെ ഞാനൊരു ആടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോടാ. ആടൊക്കെ ചെയ്ത് അങ്ങനെ BGMയായിട്ട് ഒഫീഷ്യൽ പാർട്ണറായി. അത് ശരിക്കും ഒരു കിടില ഫീൽ അല്ലേടാ, നീ കളിക്കുന്ന ഗെയിമില് നിന്റെ പരസ്യം വരിക. നീ 5 വർഷം കഷ്ടപ്പെട്ട് നീ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്വപ്നം കാണുന്നു ഓരോൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ എന്നാ ഈ ലെവൽ എത്തുന്നേ. അതെ അല്ലടാ, നീ കുറച്ചു മുമ്പ് പറഞ്ഞത് നീ ഭയങ്കര അഡിക്റ്റഡ് ആയി. ഈ ഗെയിം അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പിള്ളേരല്ലേ, ശരിക്കും അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ആവുമെന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും. പക്ഷെ നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ ഒരു സക്സസ്. അത് ഭയങ്കര ഒരു, അതിപ്പോ കാസ്ട്രോ ആയിക്കോട്ടെ, സൈക്കോ ആയിക്കോട്ടെ, നിന്റെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ BGM ഒക്കെ ഒരു സമയം നിർത്തിയതാ. പക്ഷെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വോയിസ് പാക്ക് ഒക്കെ കൊണ്ടുവരാം, അങ്ങനത്തെ ആഗ്രഹം. പക്ഷെ ഞാൻ കളിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വരിക എന്ന് പറഞ്ഞാൽ ആ ഇൻ ഗെയിമിനകത്ത് എന്റെ മറ്റേ ഇത് വന്നായിരുന്നല്ലോ, റെഡീം ചെയ്യാനുള്ള എന്റെ അത് വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ വോയിസ് പാക്കും അതും ഇതൊക്കെ വരുമ്പോ ലൈക്ക് നമുക്ക് ആ ഒരു നമ്മൾ കളിക്കുന്ന ഗെയിമിൽ അങ്ങനെ ഒരു തന്നെയാണ് ഏറ്റവും വലിയ സക്സസ്. ആസ് എ ഗെയിമർ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നില്ലേ ആ സത്യം പറഞ്ഞ ആ ഒരു സമയത്ത്. അതൊരു ആ ടൈമില് ശരിക്കും പറഞ്ഞാൽ നിനക്ക് റവന്യൂ വൈസ് മാത്രമല്ല, നിനക്ക് എല്ലാം കൊണ്ടും ഒരു സന്തോഷം വന്ന. പിന്നെ അന്ന് വെച്ചാ ആൾക്കാർ BGMA ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്റെ വീഡിയോ വന്നേക്കുന്നത്. അത് നമ്മളെ ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുണ്ട്, പേര് എനിക്ക് ഞാനും വിട്ടു. എന്റെ നമ്മള് എനിക്കൊന്ന് ആദ്യമായിട്ട് അടുത്ത് ഞാൻ ഒരു സിനിമക്കാരനെ കാണണം, തൊട്ടടുത്ത് അയാളുടെ നിന്ന് നമ്മൾ അഭിനയിക്കുന്നു. അതൊക്കെ ഭയങ്കര പക്ഷെ എന്നായിരുന്നു ഫസ്റ്റ് ഇതായതുകൊണ്ട് ആഡ് ചെയ്തപ്പോ എനിക്കൊന്ന് ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ അവരെ ഞാൻ കൊന്നു, എല്ലാരെയും കൊന്നെന്ന് പറഞ്ഞാ എടാ എനിക്ക് എന്തൊരു ഹിന്ദി ഡയലോഗായിരുന്നു. സൻ 1900 അങ്ങനെ ഒരു ഡയലോഗാണ്. ഈ ഡയലോഗ് സൻ 1900 സന്നു അങ്ങനെ 1900. എന്നിട്ട് നീ ഇത് കേക്ക്. എന്നിട്ട് ഈ ഡയലോഗ് ഉണ്ടല്ലോ എനിക്ക് രാവിലെ തന്നാണ് അവര്, വൈകുന്നേരമായി രാത്രിയായിട്ട് പോലും ഞാൻ പഠിച്ചിട്ടില്ല. കുറച്ച് 2 ലൈനേ ഉള്ളൂ, ഞാൻ അത് പഠിച്ചിട്ടില്ല. ഇവരൊരു 300 അത് ഭയങ്കര കൂടുതലായിപ്പോ, പക്ഷെ ഒരു 100 ടേക്ക് എടുത്താണ്. ഇവരൊക്കെ വയ്യാണ്ടായി. എന്നിട്ട് ഇവരെനിക്ക് ക്യാമറയുടെ മണ്ട ഇങ്ങനെ എഴുതി വെച്ച്, ആദ്യം എഴുതി വെച്ച് എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് മലയാളം എഴുതി വെച്ചെന്ന്. അങ്ങനെ അതിന്റെ ഡയറക്ടറും ക്യാമറമാനും ഒക്കെ എല്ലാരും അടുത്തുപോയി. മറ്റേ എന്നായിരുന്നു എന്തോ ഒരു നമ്മളിത് തുടങ്ങുമ്പോ ആക്ഷൻ അവരെല്ലാം അടുത്തു, എല്ലാരും അടുത്തു. എന്നിട്ട് ഭയങ്കര ഇതായി. പക്ഷെ എന്നായിരുന്നു ഫസ്റ്റ് ഇതായതുകൊണ്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എടാ നിങ്ങൾ നമ്മളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയി ചെയ്യാനെല്ലാം പറ്റും, വലിയ സീനില്ല. പക്ഷെ എന്നായിരുന്നു അങ്ങനെ നൈസായിട്ട് തട്ടിക്കൂട്ടി ലാസ്റ്റ് ചെയ്ത് വീഡിയോ ഇറങ്ങി. എന്നിട്ട് നല്ല കുഴപ്പമില്ല, അത്യാവശ്യം റീച്ചൊക്കെ ആയി, കുഴപ്പമില്ലായിരുന്നു. അവര് മെസ്സേജ് അയച്ചായിരുന്നു, നല്ല രീതി ഇതായി. പിന്നെ BGMയിൽ അവിടുന്ന് സൈഡിൽ നിന്ന് ഒരു
ശ്യാം എന്ന് പറയുന്ന ഒരാളുണ്ട്, ആളാണ് ഇതെല്ലാം സെറ്റാക്കി തരുന്നത്. നമ്മുടെ BGMയുടെ കണ്ടന്റ് ക്രിയേറ്ററിന്റെ എന്തോ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. ആള് പറഞ്ഞ് കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്, റീലും അല്ലാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുറെയൊക്കെ. അങ്ങനെ പിന്നെ സെറ്റായി. അത് നമ്മൾ കളിക്കുന്ന ഗെയിമിലാണ് നമ്മൾ വലിയ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പൊ ഈ അടുത്തൊരു ചെയ്തിട്ടുണ്ട്, ഈ ഇൻ ഗെയിമിലെ എന്തോ ഒരു ഇവന്റിന്റെ എന്തോ ഇതാണ്. നിന്റെ വന്നില്ല വോട്ടിങ്, അതുപോലെ എന്തോ ഒരു സംഭവം ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് എന്തോ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ഞാൻ പേടിച്ചു, ഭയങ്കര പാനിക്കായി പോയി. സ്നാക്സ് ആണ് ഇത് ചെയ്യുന്നത്, സ്നാക്സ് ആയിരുന്നു ഇത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു, അങ്ങനെ സീനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ലൈക്ക് നീ പറയല്ലേ, ഇപ്പൊ തുടക്കം നമ്മള് സംസാരിച്ച് തുടങ്ങിയപ്പോ അനിലിന്റെ ഒരു ലൈഫിൽ നിന്ന് വന്ന് നമ്മള് അനിൽകുമാർ അല്ലടാ, അനിൽ KS നമ്മൾ ആ ഒരു ലൈഫ് ജേണി ശരിക്കും പറഞ്ഞാൽ നീ അത്രയും അഡിക്റ്റഡ് ആയിട്ടും ഇതിനായിട്ടൊക്കെ ഇരുന്ന ഒരു ഗെയിമില് ശരിക്കും നീ ആ ലെവലിലെത്തിയ ശരിക്കും ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് കുറെ പേർക്ക്. അത് നിന്നെ ഞാൻ ഇരുത്തി പൊക്കി പറയണമല്ല, എന്നാലും ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് കുറെ പേർക്ക് ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. നിനക്ക് അതിൽ നിന്ന് നീ ഇപ്പൊ അന്ന് പറഞ്ഞ പോലെ മാസം 5,000 രൂപ 6,000 രൂപയും കൊണ്ടൊന്നും എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു 10 ഇരട്ടിയുടെ അപ്പുറം ഉണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് വന്നത് ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. റിസൾട്ട് നല്ല രീതിയിലുണ്ട്. അത് നീ ആണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നീ നിനക്ക് 2 ഫേസ് ഉണ്ടായിരുന്നു. ഒരു ഫേസിൽ നിനക്ക് വാച്ചിങ് കൂടി, അവിടുന്ന് ഡൗൺ ആയി, പിന്നെ അവിടെ ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞതാണ് നിന്റെ ഒരു പോസിറ്റീവ് കാര്യം. അവിടുന്ന് വീണ്ടും അത് തിരിച്ചു വന്നു. ഇനിയിപ്പോ നമ്മുടെ കൂട്ടത്തിലൊക്കെ തന്നെ ഉണ്ടാവും ഡെഡ് ആയിട്ടുള്ള ചാനൽ ഉണ്ടായിരുന്നവര്, എല്ലാവർക്കും ഇനി കംബാക്ക് അടിക്കാൻ ഇനിയും പറ്റും. ലൈക്ക് അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ നീയാണെങ്കിൽ പോലും നീ ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ലൈക്ക് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു. അത് ഞാൻ ഓൾറെഡി എന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ കഥകളൊക്കെ നിന്റെ ഒരു ഇതുണ്ടാ, നിന്നെ നമ്മള് പണ്ടത്തെ ഷാനോക്കിലെ ഇതാണ് നമ്മുടെ ഇത് മനസ്സിലായത്. അതെ ഷാനോക്കിലെ ഒരു ഇതുണ്ടല്ലോ, വീണാലെ എണ്ണീക്കൂ. അതെ അതെ, എല്ലാരും വീണട്ടെ. ചില കൊണ്ടാള് വീണാലും എണീക്കത്തില്ല, അവിടെ കിടക്കും. അത് ശരിയാ, ചിലവരുണ്ട് അത് ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ആ ഒരു ജേണിയിൽ ശരിക്കും നമുക്ക് നിന്റെ ഒരു ജേണി ശരിക്കും ഇൻസ്പിറേഷനിലാണ് ലൈക്ക് ഈ ഗെയിമിംഗ് കരിയറിലൊക്കെ ഉള്ളവർക്ക്. അപ്പൊ സായിപ്പേ നമ്മൾ വിളിച്ചപ്പോ തന്നെ നീ വന്നതില് ഒരു മന്തിയായിരുന്നു നമ്മുടെ ചെലവ്. അതെ, നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് വന്നതിന് ഒരുപാട് താങ്ക് യു കളിയാ. പിന്നെ ഞാൻ നിന്റെ ഇത് നമ്മൾ എൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ല, എനിക്കിത് പലവട്ടം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഓരോ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, എടാ നിന്റെ സ്വഭാവം മാറ്റണം, നിന്റെ സ്ട്രീമിംഗ് ശൈലി മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ. കാരണം ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണടാ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ട്രിഗറായിട്ട് ഓവർ റിയാക്ട് ചീത്ത വിളിക്കാറുണ്ട്, ലൈവിൽ പറയാറുണ്ട്. അപ്പം നിന്റെ സ്ട്രീം ഇങ്ങനെ കാണുന്ന സമയത്തെ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ചീത്ത വിളിക്കുന്നതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ അത് മോശമായൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സാധനം നിനക്ക് തോന്നിയിട്ടുണ്ടോ? ചീത്ത വിളിക്കുന്നൊന്നും എനിക്ക് ഇതുവരായിട്ട് മാറ്റണമെന്നോ ഇതുവരായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഭയങ്കര തന്തയ്ക്കും തള്ള അങ്ങനെ ഒരു വിളിയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ വിളിയില്ല, ഞാൻ ജസ്റ്റ് നൈസായിട്ടുള്ള രീതിയിലേ വിളിക്കത്തുള്ളൂ. പക്ഷെ അതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇതിപ്പം ആൾക്കാർ എന്നിൽ നിന്ന് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അത്ര വലിയ ചീത്തയല്ല. ഇത് ആരും കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. ആരും കണ്ട് പഠിക്കരുത്, അങ്ങനെ ചീത്ത വിളിക്കരുതെന്നാണ്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ചീത്ത വിളിക്കുന്ന പറഞ്ഞ് ഇപ്പം നിന്നെ അങ്ങ് മറ്റേ ഇതൊന്നും ആകത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ കള്ളും കഞ്ചാവും മറ്റേ MDMA പൊടി കുറെ ഇപ്പൊ ഞാൻ ലൈവ് വന്നിരുന്നിട്ട് ഈ അലർജിന്റെ ഇതിൽ തുമ്മുമ്പോഴുണ്ടല്ലോ ഇവര് ചോദിക്കും കല്ലാണോ അണ്ണാ ഇതാണോ അണ്ണാന്ന് ചോദിക്കും. ഈ പിള്ളേരെല്ലാം ഈ ഒരു ഇതിൽ ഭയങ്കര മാസാ ഇതാന്ന് പറഞ്ഞിട്ട് ഇതാണ് പോകണത്. ഇപ്പം കുഞ്ഞായി വളർന്ന ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞായി വളർന്നു വരുക. കുഞ്ഞായി വളർന്നു വരുമ്പോൾ കുഞ്ഞായും കൂട്ടുകൂടി ഇപ്പം ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, മനസ്സിലായോ? ഇങ്ങനെ ഒരു ഇത് പോകുമ്പം അതാണ് ഏറ്റവും വലിയ, അതാണ് നിർത്തേണ്ടത്. ഇവിടെ നിർത്തുന്ന തെറി വിളിക്കുന്നൊന്നുമല്ല ഏറ്റവും ആദ്യം നിർത്തേണ്ടത്. ഇവിടെ നിർത്തേണ്ടത് ഞാൻ കള്ളും കഞ്ചാവ് പൊടി അങ്ങനെ സംഭവമുള്ളൂ, അതൊക്കെയാണ് ആദ്യമേ ഒഴിവാക്കി മാറ്റേണ്ടത്. അതെന്തായാലും ലൈവിൽ നമ്മൾ കാണിക്കുന്നില്ല. ലൈവില് അങ്ങനത്തെ പരിപാടികൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുമില്ല, ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഇതുവരായിട്ടും. അങ്ങനെയൊന്നും ഒരു പരിപാടികളൊന്നുമില്ല. അതാണ് നിർത്തേണ്ടത്. ഇല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ എങ്ങോട്ടേക്കാ പോകുന്നത് ദൈവത്തിനറിയാം. ഇപ്പൊ തന്നെ 14 വയസ്സ് കുത്തിക്കൊന്നു, അങ്ങനെ അവനൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് എടാ ചിലപ്പോ ഇതൊക്കെ നമുക്ക് അടിച്ചു കഴിയുമ്പോ നമുക്ക് പവർ കയറും എന്തെങ്കിലും. അതെ, മറ്റേ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്നവന് 2 പെഗ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് വേണം. അല്ല അവൻ മറ്റേ പിന്നെ ലോകം ഭരിക്കുന്നത് അവന്റെ അണ്ടറിലാണ് പിന്നെ നമ്മളല്ല. അതെ, അപ്പൊ ആ ഒരു ഇതിൽ നിനക്ക് അങ്ങനെ സ്ട്രീം ശൈലി ഒന്നും ചേഞ്ച് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടില്ല? അതൊന്നും ചെയ്യണ്ടല്ല, ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. ആൾക്കാര് ഇനി വരുന്ന തലമുറയൊക്കെ
ഈ മന്ത്രി അവരൊക്കെ ചെയ്തിട്ട് ഈ ഡ്രഗിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ നന്നാവും. തെറിവിളി ഒന്നും വലിയ ആൾക്കാർക്ക് ഒന്നും വലിയ സീനൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഞാൻ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ മറ്റോ പോയി ചാകലോ ഇതൊന്നുമില്ല. മറ്റേക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പം ചിലപ്പോൾ വീട്ടിൽ നിന്ന് വഴക്ക് പിടിച്ചിറങ്ങി പോയിട്ട് ചിലപ്പോൾ അത് അടിച്ചിട്ട് ചിലപ്പോൾ കയറിയിട്ട് ചിലപ്പോൾ ചാവുമോ ചിലപ്പോൾ വേറെ തന്നെ കൊല്ലുമോ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെയാണ് മാറ്റേണ്ടത് ആദ്യം സത്യം പറഞ്ഞാൽ. അതാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ. ഇവിടെ ഇപ്പൊ എന്തോരം നടക്കുന്നുണ്ടാ. ഇപ്പൊ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പേടി അവൻ വളർന്ന് വലുതാകുമ്പോൾ കൂട്ടുകൂടി ഇങ്ങനെ കാണിക്കുമെന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ നിനക്കാണേലും ഞാനും ഇപ്പം 2 മാസം കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞാവ് വരുവാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഇതുകൊണ്ട് ശരിയാണ്. അപ്പൊ എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് സെക്ഷൻ ആയിരുന്നു ഗൈസ്. ഇത് നമ്മൾ സായിപ്പിൽ ആണ് തുടങ്ങിയത്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്താ പറയാ, പൈസയുടെ ഇത് നോക്കിയിട്ടാണ് സായിപ്പിനെ വിളിച്ചത്. അങ്ങനൊന്നും അല്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ വരുമെന്ന് എനിക്ക് ആദ്യം കൺഫേംഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അത് സായിപ്പ് തന്നെയായിരുന്നു. നമ്മൾ TV എന്ന ആദ്യത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശരത്തേട്ടനായിരുന്നു ഞാൻ ആദ്യം വിളിക്കാനിരുന്നത്. ശരത്തേട്ടൻ ഇപ്പോഴേ വരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ TV എന്തായാലും ഫസ്റ്റ് TVയിൽ എല്ലാവരുടെയും കൂടെ ഒരു ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ TV ഫസ്റ്റ് എന്തായാലും സരക്ക് തന്നെ ആയിരിക്കും, ഞാൻ അവനെ തന്നെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അത് അല്ലാതെ നമ്മളൊരു ഫസ്റ്റ് ഗെയിമിംഗ് ഇത് എന്നുള്ള, ഞങ്ങൾ ഗെയിമേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പോഡ്കാസ്റ്റിലോട്ട് വന്നത്. അപ്പോൾ അതിലെനിക്ക് ഞാൻ വിളിച്ച പെട്ടെന്ന് ഏറ്റവും വരുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഒരു ഇതിൽ ഞാൻ വിളിച്ചാൽ വരും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് സായിപ്പിനകത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴേ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് നമ്മുടെ കൂടെ വരാമെന്ന്. അതെ, വരാമെന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് തന്നെ വന്നത്. അപ്പോൾ സായിപ്പേ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചപ്പോൾ നമ്മുടെ ഈ ചെറിയ അതെ കൈതൊന്നില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ചെറിയ പോഡ്കാസ്റ്റിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ലൈഫിൽ അങ്ങോട്ട് സക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നിനക്കിതൊരു ഇന്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ലല്ലോ ഞങ്ങൾക്ക്? നമ്മൾ ചുമ്മാ നമ്മളിത് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു. അതെ, അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. നിന്റെ കുറെ ജേണിയൊക്കെ അറിയണം അതിലേക്ക് ഇങ്ങനെ. കാരണം ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ നമ്മളെയൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴേ അവർക്ക് ഈ ഗെയിമിങ്ങിനെ പറ്റി ഒന്നും അറിഞ്ഞു. ചുമ്മാ അവരെന്തെങ്കിലും ക്ലിപ്പ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ബാക്ക്ഗ്രൗണ്ടുകൾ ചോദിക്കത്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം നീ എന്താണ് എന്ന്. അപ്പം നിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പക്ഷേ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്, ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അധികം സംസാരിക്കേണ്ട വന്നില്ല. സായിപ്പ് ഏറ്റെടുത്തൊക്കെ ചെയ്ത അവൻ കാറിൽ വെച്ച് നമ്മളോട് പറഞ്ഞത് എന്ത് സംസാരിക്കണോ, ഏറ്റവും ലെങ്തിയസ്റ്റ് പോഡ്കാസ്റ്റ് ഇതായിരിക്കും. നീ അത്രയും സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ണാപ്പിഴ ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ. അത് തന്നെ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പറയണം. എന്തെങ്കിലും പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും പറയണം അവന്. ഞാൻ ഇങ്ങനെയാണ്, എന്തെങ്കിലും പറഞ്ഞില്ല എനിക്ക് പറ്റൂല. അപ്പൊ നമുക്കിത് കൂടുതൽ നീട്ടുന്നില്ല ഗൈസ്, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് സായിപ്പ് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്നു, അതിൽ വലിയ സന്തോഷം. ആൻഡ് ഇനി നമ്മൾ കുറേ ഗസ്റ്റുകളെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ ഗസ്റ്റ് എപ്പിസോഡ്സും ഉണ്ടാവും, അതുപോലെ കണ്ണാപ്പിയും ഞാനോടുള്ള ഗുണയുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചർ എപ്പിസോഡ്സ് ഒക്കെ ഉടനെ വരും. അതെ. ആൻഡ് ഇപ്പോഴും ചാനൽ കാണുന്ന 60% ആൾക്കാർ സബ് ചെയ്യുന്നില്ല. 83 അല്ല 60 ആയി. നീ അങ്ങ് കൂട്ടല്ലേ, 60 ആയി. കുറെ പേരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ സബ് ചെയ്തായിരുന്നു. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യാം. സബ് ചെയ്യാൻ പറയാം. എല്ലാരും സബ് ചെയ്യുക. എത്ര ലാസ്റ്റ് വീഡിയോ എത്ര 1 lakh സംതിങ്. പക്ഷെ സബ് ഇപ്പൊ നമുക്ക് 54 50 പോലും ചെയ്തിട്ടില്ല. ഇല്ല 60% സബ് ചെയ്യടാ എല്ലാരും. അതെ, സബ്ബൊക്കെ ചെയ്യണം, എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം. ആൻഡ് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഞങ്ങൾ മൈക്ക് ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് സിംഗിൾ മൈക്കിലാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് നമ്മൾ രണ്ട് മൈക്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെല്ലാം സെറ്റ് ആവും. കണാപ്പിയോട്ട ചിരിക്കാതെ ഓർഡർ ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പൊ മൈക്ക് മൂന്ന് എപ്പിസോഡായിട്ട് ഓർഡർ ചെയ്ത് അല്ലല്ല, ആദ്യം വന്നത് റിട്ടേൺ അയച്ചതാണ്. രണ്ടാമത് റിട്ടേൺ ആദ്യം വന്നതിന് ഒരു മൈക്ക് വന്നുള്ളൂ, 2 ഓർഡർ ചെയ്തിട്ട്. രണ്ടാമത് വന്നതിന് 2 വന്നു, പക്ഷെ മൈക്കിന് സ്റ്റാൻഡ് ഇല്ലായിരുന്നു, വയറുമില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും അടുത്തതിൽ മൾട്ടി, കാരണം ഈ പോഡ്കാസ്റ്റ് കുറച്ച് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ എനിവേ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പം അടുത്തൊരു ആളുമായിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു കൊണയായിട്ട് ഞാനും കണ്ണാപ്പി വരുന്നതായിരിക്കും. അപ്പം ഈ വട്ടം ഞാനും കണ്ണാപ്പിയും സായിപ്പോപ്പി നമ്പർ 1 ഇന്റർനാഷണൽ സൈനിങ് ഓഫ്. സീ യു സൂൺ ഗൈസ്. ബൈ.
പോഡ്കാസ്റ്റിലെ കുറച്ചിരിക്കാൻ കേട്ടിരിക്കാൻ നല്ല കുറച്ചല്ല കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അതിന്റെ ഇതുപോലും അറിഞ്ഞൂടാ കണ്ണാപ്പി. അതൊക്കെ ഉണ്ടല്ലേ കേട്ടിരിക്കാന്. കേട്ടിരിക്കാൻ കൊണയുടെ ഫുൾ ഫോം അറിഞ്ഞൂടാ. കേട്ടിരിക്കാൻ നല്ല കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. പിന്നെ പിന്നെ ഒളിച്ചു വെക്കാൻ പറ്റുമോ പിന്നെ ചാക്കി കെട്ടി ഒളിച്ചു വെക്കാൻ പറ്റുമോ? അല്ലടാ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് വിളിക്കാന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരുത്തി. അല്ല സാഹിബിനെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിടില്ല, നമ്മുടെ സ്വന്തം ആളായിട്ടാണ് നമ്മുടെ സ്വന്തം ആളായിട്ട് ഇത് ഗസ്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മളെ സാഹിബിനെ വിളിച്ചിരിക്കുന്നത്. സാഹിബിനെ ഗസ്റ്റ് ആയിട്ട് അല്ല വിളിച്ചത് നമുക്ക് വേണേ വിനീതട്ടൻ ഭാഷയിൽ മറ്റേ റിവീൽ ചെയ്യാം, വണ്ടി റിവീൽ ചെയ്തിട്ട് തുണിയൊക്കെ ഇട്ട് പൊക്ക